ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കണം. ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ലീലകൾ, അതിമനോഹരമായിട്ടുള്ള മനസ്സിനെയൊക്കെ, എല്ലാവരുടെ മനസ്സിനെയും അത്ഭുതത്തോടു കൂടിയിട്ട് നമ്മൾ കേൾക്കണു. അതുപോലെ അത്രയും പ്രേമത്തോടു കൂടിയിട്ട് മനസ്സിൽ ആർദ്രമാക്കാത്ത ആരും ഉണ്ടാവില്ല അത് കേട്ടിരുന്നാൽ. അത്ര മനോഹരമായിട്ടാണ് കൃഷ്ണകഥകൾ ഇവിടെ തുടരുന്നത്. പൂതനാമോക്ഷം വരെയുള്ള ഭാഗങ്ങളാണ് ഇവിടെ ഇപ്പോൾ അനുസ്മരിച്ചത്. ശേഷമുള്ള കുറച്ച് ഭാഗങ്ങൾ പറയാൻ ഭഗവാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഭഗവാൻ ഇനിയൊക്കെ ഭഗവാനും തന്നെയാണ് അക്ഷരബ്രഹ്മമായിട്ട് ഇവിടെ പുറത്തു വരുന്നത്. അത് എങ്ങനെയാണോ ഭഗവാൻ പറയണത് അത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ഏതെങ്കിലും ഒരു നിലയ്ക്ക് എവിടെയെങ്കിലും ഒരു കാരുണ്യം നമ്മളോടൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രവൃത്തി, അനേകം പ്രവൃത്തികൾ നമ്മുടെ ഇന്ന് ദോഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രവൃത്തി നന്നായാൽ ആ ഭഗവാൻ ഒന്നേ നോക്കുള്ളൂ, ബാക്കിയൊന്നും നോക്കില്ല. അതുകൊണ്ടല്ലേ നമ്മൾ അജാമിള മോക്ഷത്തിൽ നാരായണ എന്നൊന്ന് വിളിച്ചപ്പോൾ ആ നാരായണൻ ഓടി വന്നത്. അതുപോലെ നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ഭഗവാന് സന്തോഷമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന ഓരോ അക്ഷരങ്ങളും അക്ഷരബ്രഹ്മമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. അത് ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കാനും അത് നമ്മുടെ ഉള്ളിലെ ആ ഈശ്വരഭാവത്തെ ഉണർത്താനും ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ കൃഷ്ണൻ്റെ കഥകൾ അനുസ്മരിക്കാം. ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള പൂതനാമോക്ഷം അതാണ് നമ്മൾ കേട്ടത് അല്ലെ. ഏത് വേഷം ഭഗവാന്റെ മുമ്പിൽ കെട്ടി വന്നാലും മറ്റുള്ളവരെയൊക്കെ നമുക്ക് പറ്റിക്കാൻ കഴിയും, പക്ഷെ ഭഗവാനെ പറ്റിക്കാനൊന്നും കഴിയില്ല. ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവം പുറത്തേക്ക് എടുത്തു തരും. അപ്പോൾ അതുകൊണ്ട് പറയണു, ശരിക്കും ഇത് പറയുമ്പോൾ എപ്പോഴും പൂതനാമോക്ഷം എന്നുള്ള ആ ഒരു ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഉള്ളിലുണ്ടായ ഒരു സംശയം ധാരാളം ഇത് കേട്ടപ്പോഴാണ് തീർന്നത്. രാമായണം വായിക്കുന്ന സമയത്ത് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എനിക്ക്. എന്തിനാ ശ്രീരാമസ്വാമി ഇങ്ങനെ ഒരാളെ ഇങ്ങനെ വിഷമിപ്പിക്കണമെന്ന് ഒരു തെറ്റ് ചെയ്ത പോലെ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അതായത് അവിടെയും ഇതുപോലൊരു വേഷം കെട്ടിയിട്ട് വരുമല്ലോ, എത്രയും സുന്ദരമായ വേഷം കെട്ടിയിട്ട് വരുന്നുണ്ട് അല്ലേ. ശൂർപ്പണേഖ വന്നു കഴിഞ്ഞിട്ട് രാമനോട് പറയും വിവാഹം കഴിക്കുമോ? അപ്പോൾ രാമൻ പറയില്ല, ലക്ഷ്മണനോട് പറഞ്ഞോളൂ. അപ്പോൾ ലക്ഷ്മണനോട് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയില്ല, രാമനോട് പറഞ്ഞോളൂ. എന്തിനാ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗവതാണ് അതിന് ഉത്തരം തന്നത്. കാരണം ഭഗവാൻ വേഷം കെട്ടി, എന്ത് വേഷം കെട്ടോടുകൂടി വന്നാലും ആ വേഷം കെട്ട് അധിക നേരമൊന്നും നിലനിൽക്കില്ല. നമ്മളൊക്കെ നല്ല സ്വഭാവമാണ്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അത്രയും നന്നായി ആയാലും നമ്മളെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ മതിയില്ലേ, നമ്മുടെ ആ തനി സ്വരൂപം പുറത്തേക്ക് വരും. അങ്ങനെ ശ്രീരാമസ്വാമി ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ ആ ഉള്ളിലുള്ള ഭാവം പുറത്തേക്ക് വന്നു. അപ്പം അതിനെ പുറത്തേക്ക് വന്നിട്ട് ഉള്ളിലടക്കിയാൽ അത് പിന്നെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ അതിന് പുറത്തേക്ക് അല്ലേ, ആയുർവേദമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ പറയില്ലേ, നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളെയൊക്കെ പുറത്തേക്ക് വരുത്തിയിട്ടാണ് അവർ ചികിത്സിക്കുക. ഉള്ളിൽ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും അത് മുള പൊട്ടി വരും. അതുപോലെ ഇവിടെയും സുന്ദര വേഷം വന്നു, മനോഹരമായിട്ട്
ഉണ്ണി കയ്യിലെടുത്തു, പാല് കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ ഒന്ന് ആ മോണകൾ കാട്ടിയിട്ട് ഒന്ന് ഇറുക്കി പിടിച്ചപ്പോൾ അപ്പോൾ ആ ഉള്ളിലുള്ള ഭാവത്തിനെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു. അത് ഭഗവാന്റെ കാരുണ്യാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പുറത്തേക്ക് എടുത്തിട്ട് നമ്മളെ നിർമ്മലമാക്കിയിട്ട് അതുപോലെ അത്യത്ഭുതമായിട്ടുള്ളൊരു കഥ. എങ്ങനെ തന്നെയായാലും വേണ്ടില്ല, നമ്മൾ ആരെ സമീപിക്കുന്നത്? ഭഗവാനല്ലേ. അപ്പം ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വന്നുല്ലോ, ഇനി ഞാൻ നേരെയാക്കി തരാം എന്നാണ് പറയണത്. അങ്ങനെ ആ ഭഗവാൻ മോക്ഷം നൽകി അമ്മയെ പോലെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു ഭാഗ്യമാണ് ചെയ്തത്. സ്വന്തം അമ്മയുടെ ആ ഒരു പദം നൽകിയിട്ടാണ് അത് അറിയാണ്ട് വന്ന് അങ്ങനെ ഒരു പാല് കൊടുത്തപ്പോഴും ഇങ്ങനെ വന്നു വെച്ചാൽ അറിഞ്ഞു വിളിക്കുന്നവർക്ക്, കൊതിക്കുന്നവർക്ക് എന്തെല്ലാം ആ ഭഗവാൻ നൽകില്ല എന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ കൊതിച്ച് കാത്തിരിക്കുകയാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ എല്ലാം തരും. പക്ഷേ ഭഗവാന് നമ്മൾ സമർപ്പിക്കേണ്ടത്, ഇപ്പം ഇവിടെ പറയുന്നുണ്ടല്ലോ, പാല് കൊണ്ടുവന്ന് സമർപ്പിക്കൂ, വെണ്ണ കൊണ്ടുവന്ന് സമർപ്പിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളല്ലേ, എല്ലാം സമർപ്പിക്കണം എന്നൊക്കെ മൈക്കിക്കൂടെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ആ സമർപ്പണം ഞാൻ സമർപ്പിക്കണമെന്നുള്ള ഭാവത്തിൽ സമർപ്പിച്ചാൽ അത് സമർപ്പണാവില്ല. ഉണ്ണിക്കണ്ണ ഇന്നല്ലോ നിൻ പിറന്നാൾ, ഭക്തവൃന്ദങ്ങൾ മോദാലേ കീടുന്നു, പാൽവെണ്ണ കൽക്കണ്ടമവിലടയും നല്ല പൂമ്പട്ടുകോണം. എന്നാലൻ കൃഷ്ണനുണ്ണീ ഒന്നുമില്ലെൻ്റെ കയ്യിൽ, ഏകീടാ ഒന്നു മാത്രം, പ്രേമ പഞ്ചാര ചേർത്തു കുറുക്കിയൊരീ നാമമാം പാൽപ്പായസം. ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ ആചാര്യം ഇവിടെ പറയും അത് കൊടുക്കണം, നിങ്ങളൊന്നും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സങ്കടം. അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്താ കൊടുക്കുക? നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും ഭഗവാന് കൊടുക്കാൻ ആയിട്ട് എപ്പോഴും ഉണ്ട്. നാമമാം പാൽപ്പായസം. നാമം ജപിക്കൂ എന്ന് പറയുമ്പോൾ ജപിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പ്രേമത്തോട് കൂടിയിട്ട് പ്രേമ പഞ്ചാര ചേർത്തു നന്നായി കുറുക്കിയൊരീ നാമമാം പാൽപ്പായസം. അതാണ് ഭഗവാന് കൊടുക്കുമ്പോൾ ഏറ്റവും സന്തോഷമാവുക. ആ ഒരു കൊതി ഉണ്ടാവണം. ആ ബലിയുടെ മകളായിട്ടിരിക്കുന്ന സമയത്ത് കൊതിക്കുകയാണ് ചെയ്തത്. രണ്ട് കാര്യങ്ങളാണ് കൊതിച്ചത്. ഒന്ന് കെട്ടിപ്പിടിച്ച് അമ്മിഞ്ഞു കൊടുക്കാൻ കൊതിച്ചു. അത് കഴിഞ്ഞതാ തൻ്റെ അച്ഛന്, കാരണം കുട്ടികൾക്കൊന്നും അറിയില്ല അച്ഛനെ ദ്രോഹിക്കുകയാണോ എന്നൊരു സംശയം തോന്നിയപ്പോൾ വിഷം കൊടുത്ത് കൊല്ലണം എന്നും ആഗ്രഹിച്ചു അത്രേ. അപ്പോൾ വിഷം കൊടുത്ത്, അതും ഭഗവാൻ സാധിച്ചു. വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. ആരെയെ കൊന്നത്? അവനവൻ്റെ ഉള്ളിലുള്ള ആ ആസുരിക ഭാവത്തെ മുഴുവനും ആ വിഷം ഭഗവാൻ സ്വീകരിച്ചിട്ട് അതിനെ ഇല്ലാണ്ടാക്കി. അങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ച ആ അത്യത്ഭുതമായ ലീലയ്ക്ക് ശേഷം ഒരു ദിവസം ഗർഗാചാര്യര് എല്ലാവരും വന്ന് കണ്ടു. പക്ഷെ ഗർഗാചാര്യര് വന്നിട്ട് ആ സച്ചിദാനന്ദം ഭൂമിയിലിതാ ഒരു മനുഷ്യരൂപത്തിൽ, നിങ്ങൾക്കൊന്ന് എന്നെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അറിയണില്ലേ, സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ അറിയണില്ലേ, അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരാം, നിങ്ങളിലൊരാളായിട്ട് വരാം. അതാണ് ഭഗവാന്റെ കൃപ. നമുക്ക് നമ്മളുടെ തല മറ്റൊരാളുടെ മുമ്പിൽ താഴ്ത്താൻ വയ്യ. ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? നമ്മൾ ഇറങ്ങി വരണില്ല. നമ്മൾ ഞാനുള്ള ഭാവത്തിൽ തന്നെ നിൽക്കുക. പക്ഷെ ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. ഏത് രൂപം വേണമെങ്കിലും ധരിക്കും. പന്നിയായിട്ട് വരെ വന്നു ഭഗവാൻ. എന്നിട്ട് എന്താ അല്ലേ? അത്രയും ശരിക്കും ഏത് ഭാവത്തിലായിക്കോട്ടെ ഉയർത്തിക്കൊണ്ടുവരാൻ, നിങ്ങളെ ഉയർത്താൻ ഞാൻ നിങ്ങളെക്കാൾ താഴാൻ തയ്യാറാണ്. വാമനമൂർത്തിയായിട്ട് ആ ഭക്തിയുടെ ആ ബലിയുടെ ആ ഒരു പ്രഭാവത്തിൻ്റെ മുമ്പിൽ കൊച്ചായിട്ട് വാമനായിട്ട് വന്നു അല്ലേ? അഹങ്കാരത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് ആ ഭഗവാൻ. അങ്ങനെയല്ല, ആ സച്ചിദാനന്ദം ഭൂമിയിൽ ഇതാ വന്ന് അവതരിച്ചിരിക്കുന്നു. എപ്പോഴും ഹൃദയത്തിലിരുന്ന് അനുഭവിക്കുന്ന ആനന്ദത്തിനെ മാംസചക്ഷുക്കളെ കൊണ്ട് കാണാൻ സാധിക്കണമെന്നുള്ള കൊതി കൊണ്ട് ഗർഗാചാര്യർ വരികയാണ്. അപ്പോൾ വന്നു ചേർന്നപ്പോൾ അതും വന്നത് ഒരു ഉച്ച സമയത്താത്രേ.
ആ സമയത്ത് ഗോപന്മാരൊക്കെ എന്ത് ചെയ്തു? പശുക്കളെയൊക്കെ മേച്ചിട്ട് കാട്ടിൽ പോയി. ഗോപികമാരൊക്കെ എന്താ ചെയ്തേ? പാലും വെണ്ണയൊക്കെ വിൽക്കാൻ പോയി. ആരുമില്ല. ആ വ്രജത്തിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അദ്ദേഹം വന്നത്. കാരണം അദ്ദേഹം അവിടെ വന്നു എന്നെങ്ങാനും അറിഞ്ഞാൽ, കാര്യം എന്തൊക്കെയായാലും നമുക്ക് ഈശ്വരനാണെന്ന് പറഞ്ഞാലും നമ്മുടെ പൊന്നുണ്ണി എന്ന് പറയുമ്പോൾ ഉണ്ണിക്ക് ഒരു ഉപദ്രവമാവോ എന്ന് തോന്നില്ലേ? അപ്പൊ കംസൻ എങ്ങാനും അറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണേ അങ്ങനെ വന്നു. അദ്ദേഹത്തിനെ വേണ്ടതുപോലെ ഓടിച്ചെന്ന് നന്ദഗോപരും യശോദാമ്മയൊക്കെ കൂടി സ്വീകരിച്ച് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അങ്ങ് വന്നത് നന്നായി. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ 2 ഉണ്ണികളുണ്ട്. ഈ ഉണ്ണികൾക്ക് ഇതുവരെ ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങളുടെ ഉണ്ണികളെ അങ്ങ് പേര് വിളിക്കണം എന്ന് പറയണം. അപ്പം അതിന് ഇത്രയും ആ സച്ചിദാനന്ദക്കട്ടയാണ് ഇപ്പോൾ പേര് വിളിക്കാൻ പോണത്. നമുക്ക് വേണ്ടിയിട്ട് അനേകം നാമങ്ങളുള്ള ഭഗവാനെ വിളിക്കുകയാണ്, പേര് വിളിക്കാൻ പോവുക. അപ്പം എവിടെയാ? പരിശുദ്ധമായിട്ടുള്ള സ്ഥലം വേണം അല്ലേ? പരിശുദ്ധമായിട്ടുള്ള സ്ഥലം എന്ന് പറയാം. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സ്ഥലം എവിടെയാ? അത് ഗോശാല തന്നെയാണ്. അതിനും പരിശുദ്ധമായിട്ടൊന്നുമില്ല എന്ന് പറയാം. നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ എന്ത് ശുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചാണകം മെഴുകി ശുദ്ധാക്കിയിട്ടാണ് ചെയ്യുക. അപ്പം ചാണകം ശുദ്ധാക്കും. ഗോമൂത്രം, ചാണകം, കുട്ടികളുടെ കാര്യമൊക്കെ ഇപ്പോൾ പറഞ്ഞു. അവർക്ക് ഭയം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ചാണകവും ഗോമൂത്രമൊക്കെ കൊണ്ടുവന്ന് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും തൊട്ടിട്ടാണ് ആ നാമങ്ങളൊക്കെ ജപിക്കുക. അതൊക്കെ പണ്ട് കാലത്ത് അങ്ങനെ ചെയ്തിരുന്നു. ഓരോ പ്രായത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തിരി ഒഴിയണ പോലെ വലുതാവും തോറും ഇങ്ങനെയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പരിശുദ്ധമായ സ്ഥലം. ഗോമാതാവിൻ്റെ ഗൃഹത്തിലാണ് ഏറ്റവും പരിശുദ്ധിയുള്ളത്. കാരണം ആർക്കും വേണ്ടാത്ത പുല്ലും വൈക്കോലിനൊക്കെ സ്വീകരിച്ചിട്ട് ഏറ്റവും വിശിഷ്ടമായതാണ് അല്ലേ? വേണ്ടാത്തതിനെ സ്വീകരിച്ചിട്ട് എല്ലാവർക്കും ഏറ്റവും വിശിഷ്ടമായ പാല് നൽകണം. ആ പാലിനെ കൊണ്ട് നമുക്ക് തൈര് ഉണ്ടാക്കാം, വെണ്ണ ഉണ്ടാക്കാം, നെയ്യ് ഉണ്ടാക്കാം, എന്തെല്ലാം ഉണ്ടാക്കാം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് വെണ്ണയാണ്. വെണ്ണ എങ്ങനെയാ? പാല് ഉറൊഴിച്ച് തൈരാക്കി കടഞ്ഞ് വെണ്ണയാക്കും. ആ വെണ്ണ പിന്നെ തിരിച്ച് പാലിൽ കലങ്ങില്ല ഒരിക്കലും. എത്ര നോക്കിയാലും കലക്കാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രേമത്തിനെ കടഞ്ഞ് 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 വെണ്ണയാക്കിയാൽ ആ വെണ്ണയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വെണ്ണ. അതാണ് ഗോപികമാരുടെ അവിടെയൊക്കെ ചെന്നിട്ട് ഇനി കേൾക്കാൻ പറയുമ്പോൾ ആ കലങ്ങളൊക്കെ ഉടച്ച കഥ അതിതാണ്. അപ്പോൾ ഈ അതിൻ്റെ ഉള്ളിലുള്ള അവരുടെ ഉള്ളിലുള്ള പ്രേമമാകുന്ന വെണ്ണയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവിടെ നാമകരണത്തിനുള്ള തയ്യാറായി. ആരുമില്ല. നന്ദഗോപരുണ്ട്, യശോദയുണ്ട്, രോഹിണിയുണ്ട്, വേറെ ആരുമില്ല. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മത്തെ ചൈതന്യം, ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ നാമകരണത്തിന് ആരും അറിയാണ്ട് രഹസ്യമായിട്ട് നാമകരണം ചെയ്യണം. ആദ്യം തന്നെ ആ വലിയ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ വലിയ ഉണ്ണിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പല വിധത്തിലുള്ള നാമങ്ങൾ ഉണ്ടായിത്തീരാൻ നോക്കുമ്പോൾ തന്നെ ആ ഉണ്ണിയെ കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. ഒരു രമണനാണ്, രമിക്കുന്നവനാണ്. ആരിൽ രമിക്കും? ആ സത്തുക്കളായ ആ നല്ല ഹൃദയമുള്ളവരിലൊക്കെ അവർക്ക് അവിടെയാണ് രമണം ഉണ്ടാവുക. അങ്ങനെ രമിക്കുന്നു. ആരിലാണോ ആ പ്രേമഭാവമുള്ളത്, നിഷ്കളങ്കമായിട്ടുള്ള അവിടെ ഭഗവാൻ രമിക്കുന്നു എന്ന് പറയണേ. അതുപോലെ നമ്മളെ ആ ഭഗവാൻ രമിപ്പിക്കുന്നു ഓരോരോ. അതുകൊണ്ട് തന്നെ രാമൻ എന്നുള്ള പേര്. പിന്നെ സംഘർഷണൻ, ബലം, നല്ല ബലമുള്ളത് കൊണ്ട് ബലൻ, അങ്ങനെ അനേകം പേരുകൾ ജ്യേഷ്ഠന് ആ മകന് രാമൻ എന്നുള്ള പേര് അവിടെ പേരിട്ടു. അതിനുശേഷം ആ കൊച്ചുണ്ണിയെ കയ്യിലെടുത്ത വഴി എന്ത് പേര് പറയും? ഒന്ന് കാണാൻ കൊതിച്ചു വന്നപ്പോൾ, അതാണ് ഭഗവാന്റെ കാരുണ്യം. ഒന്ന് കാണാൻ, ആ മനുഷ്യരൂപത്തിൽ ഉള്ള സച്ചിദാനന്ദനെ ഒന്ന് ഈ മാംസചക്ഷുക്കളെ കൊണ്ട് കാണാൻ കൊതിച്ചു വന്നപ്പോൾ സ്വയം ആ മടിയിൽ വന്ന് കിടന്നു കൊടുത്തു. ഇനി എൻ്റെ പേരും കൂടി ഇട്ടോളൂ. നമ്മൾ ഇത്തിരി ആഗ്രഹിച്ചാൽ മതി, അപ്പോൾ ഭഗവാൻ എത്രയോ തരും. അങ്ങനെ ആ ഒരു അല്പം ആഗ്രഹിച്ചുള്ളൂ. അപ്പോഴേക്കും മടിയിൽ കിടന്ന് പേരിട്ടോളൂ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ആനന്ദാശ്രുക്കൾ ഒഴുകി ഒഴുകി ആ നീണ്ട താടിയിലൂടെ ഒഴുകിയിട്ട് ആ കാലിൽ ഇങ്ങനെ വന്ന് വീഴുകയാണ്. അദ്ദേഹം പാദപൂജ ചെയ്തു. ആ പാദമൊക്കെ കഴുകി ഭഗവാന്റെ ആരും അറിയാണ്ടുള്ള ഒരു പാദപൂജയാണത്. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്നെ പേടിച്ചു പോയിത്രേ. ഇനിയിപ്പോൾ എങ്ങാനും ആ സത്യം ബോധ്യപ്പെടുത്തിയാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ സ്നേഹങ്ങൾ പിന്നൊക്കെ പൂജ്യം ബഹുമാനാവും. അപ്പം അത് വേണ്ട, എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് പ്രേമമാണ് വേണ്ട, എല്ലാവരുടെയും സ്നേഹമാണ് വേണ്ട, പരമപ്രേമം അനുഭവിക്കാനാണ്. കാരണം രാധാറാണി ആദ്യമേ തന്നെ ഈ വ്രതത്തിൽ വന്ന് എല്ലാവരുടെ ഉള്ളിലും പ്രേമമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനേതാ തിരിച്ച് ഇങ്ങോട്ട് സ്വീകരിക്കണം. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കണ ഒരു ഭാവത്തിലാണ് ഞാനിവിടെ വന്നത് എന്നുള്ള നിലയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയ കാലിൽ കണ്ണുനീർത്തുള്ളി ഇങ്ങനെ വീണ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇക്കിളിയാവൂലേ? അപ്പം ഇക്കിളിയാവുമ്പോൾ എന്താ, കാല് കുടയും. അപ്പം എന്ത് ചെയ്തു, താടിയുടെ ഇടയ്ക്കോടെ ഇട്ടിട്ട് ഒറ്റ വലിച്ചപ്പോൾ മനസ്സിലായി, ആകർഷിക്കുന്നവൻ കർഷയതീതി കൃഷ്ണ. അപ്പോൾ പറഞ്ഞു ആ കൃഷ്ണൻ എന്നുള്ള നാമം ആണ് ഈ കുഞ്ഞിന് ഏറ്റവും യോജിച്ചത്. പിന്നെ ഈ കുഞ്ഞിന് ഈ ഒരു നാമം മാത്രമല്ല, ധാരാളം നാമങ്ങളുണ്ടാവും. ഈ കുഞ്ഞ് ഇത് ആദ്യത്തെ ഒരു ഭാവം ജന്മമൊന്നുമല്ല, ധാരാളം ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ഓരോ യുഗത്തിലും ഈ കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. നാരായണ സമനാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ മഹത്വമൊന്നും പറയാൻ പറ്റില്ല. ഈ കുഞ്ഞ് എന്ത് പറഞ്ഞാലും അത് ആ കുഞ്ഞിൻ്റെ ആ വാക്കുകളെ നമ്മൾ അംഗീകരിക്കണം. ഈ കുഞ്ഞിനെ എപ്പോഴും സ്നേഹിക്കുകയാണ് വേണ്ടത്. ഈ കുഞ്ഞിനോട് സ്നേഹിച്ചാലും ദ്വേഷിച്ചാലും രണ്ടായാലും അത് അനുഗ്രഹമായിട്ട് തീരും. പിന്നെ ധാരാളം പേരുകൾ ഇനി വരും. പണ്ട് വസുദേവരുടെ മകനായിരുന്നത് കൊണ്ട് വാസുദേവൻ എന്നുള്ള പേരും ഈ കുഞ്ഞിന് വന്നു ചേരും എന്നെല്ലാം പറഞ്ഞ് അതിമനോഹരമായിട്ടുള്ള ആ നാമങ്ങൾ, രാമൻ കൃഷ്ണൻ, പ്രധാനമായിട്ട് നിൽക്കുന്നത് രാമൻ കൃഷ്ണൻ എന്നുള്ള പേരുകൾ തന്നെ. അങ്ങനെ ആ പേരിട്ടു. ഗർഗഭാഗവതത്തിൽ ഒന്നും കൂടി പറയും. പിന്നെ ഈ ഗർഗാചാര്യര് നേരെ പോയത്, കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതാണല്ലോ, നേരെ പോയത് രാധാറാണിയുടെ അടുത്തേക്ക്. അത്രേ രാധയ്ക്കും നാമകരണം ചെയ്തത് ഇദ്ദേഹം തന്നെയാണെന്ന് പറയണു. അപ്പൊ രാധയ്ക്ക് പല പേര് പറയണതിൻ്റെ ഇടയ്ക്ക് ഹരേ എന്ന് പറഞ്ഞാൽ രാധയാണ് എന്നുള്ള ആ ഒരു പേരിൻ്റെ ഒരു ഭാവമാണ് ഹരേ എന്നുള്ളത് എന്ന് പറയണു. അത് ഗോപ്യമായതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ ഇതുവരെ നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തി ആ കുഞ്ഞ് കളിച്ച് കൈകാലിട്ട് അടിക്കണു, നമ്മുടെ മുഖത്തൊക്കെ ചിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാണ്ടൊരു സ്നേഹം, വാത്സല്യം നിറഞ്ഞു വരില്ല. അത് നമ്മൾ അറിഞ്ഞിട്ട് വരണതല്ല. കാരണം അത് നമ്മുടെ ഉള്ളിലുള്ള ഭാവമാണ്. അതിനെ മറക്കുക മറ്റുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭാവമാണ് രാധ. അപ്പോൾ ഹരേ എന്നുള്ളത് അവിടെ ഗോപ്യമായിട്ടിരിക്കണു. ഇത് കഴിഞ്ഞു, നാമകരണമൊക്കെ കഴിഞ്ഞു പോയി. ഗോപികമാരൊക്കെ പാല് എങ്ങനെയാണോ പാല് വിൽക്കാൻ പോണേന്നൊന്നും അവർക്ക് പാലും വെണ്ണയും വിൽക്കാൻ പോണൂന്നേ ഉള്ളൂ. അവരുടെ മനസ്സ് മുഴുവനും എവിടെയാ? ഈ ഗോകുലത്തിലാണ്. അവര് പാല് വിൽക്കണേൻ്റെ ഇടയ്ക്ക് വെണ്ണ വേണോ വെണ്ണ വേണോ വെണ്ണ വേണോ എന്ന് ചോദിച്ച് നടക്കണേക്ക് കണ്ണനെ വേണോ കണ്ണനെ വേണോ കണ്ണനെ വേണോ എന്നാ ചോദിക്കുക. ഓരോ ദിക്കിലും അങ്ങനെ ഓരോ സ്ഥലത്തും പോയി വെണ്ണ വിൽക്കാൻ നിൽക്കുമ്പോഴാണ് അവരോട് ചോദിക്കുക, അല്ല യശോദയ്ക്ക് ഒരു ഉണ്ണി ഉണ്ടായെന്ന് കേട്ടുല്ലോ, ആ ഉണ്ണിയെ പറ്റി പറയൂ. അപ്പോൾ ആ ഗൃഹത്തിലിരുന്ന് അവരനുഭവിച്ച ആനന്ദം മുഴുവനും അവിടെ പറയും. അത് കഴിഞ്ഞാണ് അടുത്ത ഗൃഹത്തിൽ പോകുമ്പോൾ ഇവിടെയുള്ളവരും കൂടി കൂടും. എന്നിട്ട് അവിടെ ചെന്ന് ആദ്യം ഇത് പറയുമ്പോൾ കേൾക്കാലോ. അങ്ങനെ അവർ തന്നെ നല്ലൊരു സത്സംഗം നടത്തിയിട്ട് ഓരോരോ ദിക്കിലും ധാരാളം കണ്ണൻ്റെ കഥകൾ പറഞ്ഞു അത്രേ. അപ്പം മനോഹരമായ കണ്ണുള്ളത് കൊണ്ട് എല്ലാവരും കുഞ്ഞിനെ കണ്ണാ 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 എന്ന് വിളിക്കണേ. ആ ഗോപികമാര് പ്രേമത്തോടു കൂടി വിളിച്ചതാണത്രേ കണ്ണാ കണ്ണാ എന്ന്. പിന്നെ ആ ഗോപികമാർക്ക് ഏറ്റവും ഇഷ്ടം വരുമ്പോൾ കറുത്ത ഉണ്ണി എന്നുള്ള അർത്ഥത്തിൽ ശ്യാമസുന്ദരാന്ന് വിളിക്കും. അത് കണ്ണന് ഭയങ്കര ഇഷ്ടമുള്ള പേരാത്രേ. അത്രയും ഇഷ്ടമാണ്, അത്ര അതീവ സന്തോഷമാണ് ഭഗവാൻ ആ പേര് കേൾക്കുമ്പോൾ. പക്ഷേ ചില സമയത്ത് ഗോപികമാർ മണിയടിക്കാൻ വേണ്ടിയിട്ടും വിളിക്കും രാമസുന്ദരാന്ന്. അപ്പോൾ ഭഗവാൻ പറയും, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന വിളിയല്ല, അത് തന്നെ നിങ്ങളുടെ സൂത്രമൊക്കെ എനിക്ക് അറിയാവുന്നത്. ഭഗവാന് മനസ്സിലാവും നമ്മൾ ശരിക്കും വിളിക്കുന്നതാണോ അല്ലാണ്ട് വിളിക്കുന്നതാണോ അതേ ആണോ എന്ന് നമുക്ക് ഭഗവാന് തിരിച്ചറിയാൻ സാധിക്കും.
അങ്ങനെ അതാ ഗോപികമാര് വേഗം ഇവിടെ എത്തിയപ്പോൾ, വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അകത്ത് കുഞ്ഞിനെ കളിപ്പിക്കണു നന്ദഗോപുരം. അപ്പൊ കൃഷ്ണ കൃഷ്ണ രാമാന്നൊക്കെ വിളിക്കണ. ഇതാരാ കുഞ്ഞുങ്ങളിത് വേദ കുട്ടികളിവിടെ വന്നേ, ആരാ കൃഷ്ണൻ ആരാ രാമൻ എന്നറിയാൻ വേണ്ടി ഗോപികമാരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോണ്ട് ഈ ഉണ്ണികളെയാണ് വിളിക്കണത്. അപ്പൊ ഈ ഉണ്ണികളുടെ പേരിടൽ കർമ്മങ്ങളൊന്നും നടന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ പേരിടണേന്ന് ചോദിച്ചു. അപ്പൊ ദാ നന്ദഗോപുരം പറഞ്ഞു, അതേ ഇന്നിവിടെ ഒരു അത്ഭുതം ഉണ്ടായി. പോയി കഴിഞ്ഞപ്പോൾ ദാ ഇങ്ങനെ ഒരു ഋഷീശ്വരൻ വന്നു. അപ്പൊ ഞങ്ങൾ വേഗം കുട്ടികൾക്ക് പേരൊക്കെ ഇട്ടു. അപ്പോൾ ഈ കുഞ്ഞു ഉണ്ണിയുടെ പേര് കൃഷ്ണനും മൂത്ത ഉണ്ണിയുടെ പേര് രാമെന്നുമാണ് കേട്ടോ. ഇനി നിങ്ങള് ആ പേര് വിളിക്കണേ കുട്ടികളേന്ന്. അപ്പൊ അതുപോലെ ആ ഒരു പേരാണ് രാമകൃഷ്ണന്മാരുടെ പേരുകൾ. ആ രാമനും കൃഷ്ണനും ഒക്കെ ഒരേ ബ്രഹ്മത്തിന്റെ രണ്ട് ഭാവങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരേ ആ രാമൻ 4 ഭാവത്തില് വന്നു എന്ന് പറഞ്ഞ പോലെ ഇവിടെ സാക്ഷാൽ സച്ചിദാനന്ദം 2 ഭാവത്തിലാണ്. രണ്ടും ആ ശ്രീകൃഷ്ണ സ്വരൂപം മാത്രമാണ്. നമ്മളിവിടെ എപ്പോഴും ജപിക്കുന്ന നാമം, നമ്മൾ ജപിക്കാറുണ്ടല്ലേ നാമം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമത്തിൻ്റെ പൊരുൾ എന്താ? മഹാരാസം, ഗോപികമാർക്ക് മാത്രം അനുഭവിക്കാൻ സാധിച്ച മഹാരാസത്തിൻ്റെ മന്ത്രരൂപമാണ് ഇത്. ആ രാസത്തിൻ്റെ ഇടയിൽ പറയും ഓരോ ഗോപികമാരുടെ ഇടയിലും ഓരോ കൃഷ്ണനുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഹരേ എന്നുള്ള വാക്ക് രാധയെ സൂചിപ്പിക്കുന്നതാണ്. രാമനും കൃഷ്ണനും എല്ലാം ആ സച്ചിദാനന്ദ ബ്രഹ്മമായിട്ടുള്ള ആ പരബ്രഹ്മത്തിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ രാധാകൃഷ്ണന്മാരാണ് അവരുടെ ആ 18 രാധാനാമങ്ങളും 18 8 കൃഷ്ണനാമങ്ങളും 16 നാമങ്ങളാണ്. 8 കൃഷ്ണനാമങ്ങളും 8 രാധാനാമങ്ങളും ചേർന്നതാണ്. അപ്പോൾ ആ രാസം അനുഭവിക്കണമെങ്കിൽ രസോ വൈസഹ, ആ കൃഷ്ണനെ നമുക്ക് ആ സച്ചിദാനന്ദം അനുഭവിക്കണമെങ്കിൽ ഈ ഹരേ രാമ മന്ത്രം മാത്രം മതി എന്നത് പരമഗുഹ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മന്ത്രം. പക്ഷേ അത് ഭഗവാൻ തന്നെ സുലഭമായിട്ട് കലിസന്ധരണ ഉപനിഷത്തായിട്ട് എല്ലാവരിലും എത്തിച്ചു. മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്നിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് കഴിച്ചാലും അറിയാണ്ട് കഴിച്ചാലും രോഗം മാറുന്നത് പോലെ ഭവരോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ലോകം മുഴുവനും ഉറക്കെ പാടുന്ന ആ രാമകൃഷ്ണന്മാരുടെ നാമം അങ്ങനെ ആരും അറിയാണ്ട് രഹസ്യമായി ചെയ്തത് ഇനി അറിയാം ഭഗവാന്. നാളെ ഇത് മാത്രമാണ് ലോകത്തിന് രക്ഷ എന്നറിയാം. അങ്ങനെ ആ മനോഹരമായ ആ പേര് അത് കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ആ കുട്ടികൾക്ക് പേരൊക്കെ വിളിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കണ്ണനെയും രാമനെയും കൂടിയിട്ട് കിടത്തിയിട്ട് അമ്മമാരെ ഉറക്കി കിടത്തിയതാണ്. കുട്ടികളെ 2 ഉറക്കി കിടത്തി പോയിട്ടോ. അപ്പോൾ ഈ 2 പേരും ഉറങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രാമൻ പതുക്കെ എണീറ്റ് മുട്ടുകുത്തി വന്ന് കൃഷ്ണൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല കണ്ണ ഇങ്ങനെ കിടന്നാൽ മതിയോ? അപ്പൊ രാമേട്ടാ ഞാനെന്താ ചെയ്യണ്ടേ? കമിഴണ്ടേ? അല്ല എണീറ്റ് ഓടി നടക്കണ്ടേ? നമുക്ക് എന്തെല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ട് എണീറ്റാലോ? അങ്ങനെ എണീക്കാൻ പറ്റില്ല, ആദ്യം ഒന്ന് കമിഴൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ രാമേട്ടൻ പറഞ്ഞാൽ പിന്നെ കൃഷ്ണന് വേറെ ഒന്നുമില്ല, രാമേട്ടനാണ് കൃഷ്ണനല്ല. അപ്പൊ വേഗം ആ രാമേട്ടൻ പറഞ്ഞപ്പോൾ കൃഷ്ണന് കമിഴാൻ തുടങ്ങി. അപ്പൊ വല്ലാണ്ട് സന്തോഷത്തോട് കൂടിയിട്ടുള്ള ആ രാമന്റെ ആ ശബ്ദം കേട്ട്, കൊച്ചുകുട്ടിയല്ലേ മുട്ടുകുത്തി നടക്കണ്ടല്ലേ, അത് അടുത്തിരുന്ന് കൈകൊട്ടി ചിരിക്കുന്നു ആ കൃഷ്ണൻ കമന്നത് കണ്ടപ്പോൾ. അപ്പൊ അതേ എല്ലാവരും ഓടിയൊന്നു, എന്തേണ്ടായി ഇവിടെ, എന്തേണ്ടായി എന്ന് നോക്കിയപ്പോണ്ട് കൃഷ്ണൻ കമന്നു. അപ്പോഴേക്ക് എല്ലാവരും പറഞ്ഞു കൃഷ്ണൻ കമന്നു. പിന്നെ അത് അന്ന് അവിടെ ഒരു ഉത്സവമായി. ആ ഭഗവാന്റെ ഓരോ ചലനവും ആനന്ദത്തിന്റെ ഉത്സവമായിട്ട് ആ വ്രജത്തിൽ മാറുകയാണ്. അങ്ങനെ ആ കൃഷ്ണനെ കമിഴ്ന്നു നീന്തി തുടങ്ങി. ആ കൃഷ്ണൻ അത് കഴിഞ്ഞു മുട്ടുകുത്തി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ ഭാഗങ്ങൾ അടിവെച്ച് നടക്കാൻ തുടങ്ങി. അമ്മമാർക്ക് സന്തോഷം കുട്ടിയുടെ വളർച്ച കൂടി വരുമ്പോൾ. പക്ഷേ ഇതൊക്കെ ഈ സന്തോഷമൊക്കെ അവരെ കൂടുതൽ ഇനി കുറച്ച് കഴിയുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതൊന്നും ഈ അമ്മമാർക്ക് മനസ്സിലാവണില്ലല്ലോ. അത് ഒറ്റടി വെച്ച് നടക്കണ സമയത്ത് തന്നെ തുടങ്ങിയിട്ടേ. നമ്മൾ ഒരു ഇത് കേട്ടിട്ടുണ്ടല്ലേ, എന്താണ്
പട്ടിക്കു പിമ്പേ പതറിക്കുതിച്ചും മുട്ടിനു നേർ പല്ലുകൾ അങ്ങനെ ഒരു ശ്ലോകം കേട്ടിട്ടില്ലേ? തട്ടിത്തടഞ്ഞാശു കമിഴ്ന്നു വീണും എന്ന് പറയുന്ന പോലെ ദാ കണ്ടതിൻ്റെ നേരെയൊക്കെ കൃഷ്ണൻ ഓടി നടക്കാൻ തുടങ്ങി. രാമനും കൃഷ്ണനും കൂടി ഓടും. അങ്ങനെ അത് ആ മുറ്റത്ത് ചെന്നിങ്ങനെ പതുക്കെ പതുക്കെ ഒറ്റയടി വെച്ച് മുറ്റത്ത് ചെന്നിങ്ങനെ നിൽക്കും. മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് അവിടെ ആ വ്രജത്തിലെ നന്ദഗോപരുടെ അവിടെയുള്ള ഏറ്റവും വലിയ ഋഷഭം കാള അവിടെ നിൽക്കുന്നുണ്ട്. മഹാദേവന്റെ കാളയാണല്ലോ. അപ്പം അത് കണ്ടപ്പോൾ സന്തോഷമായി, കണ്ണന് നല്ല സന്തോഷമായി. അപ്പം എന്താ, ആ കൈകളെ കൊണ്ട് തൊഴണ പോലെ ഈ കൊമ്പുകൾ ഇങ്ങനെ കൂടി ചേർന്നിട്ട് അത്ര ഇരിക്കണേ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടാൽ നല്ല സുഖം ഉണ്ടാവില്ലേ ഏട്ടാ? ഏട്ടനോട് ഇട്ടാൽ നല്ല സുഖം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്നപ്പോൾ കണ്ട വഴി കാളയ്ക്ക് കാര്യം മനസ്സിലായി. വേഗം തല കുനിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ തല അതിൽ കൂടെ ഇട്ടു. അപ്പോഴാണ് അവിടുന്ന് യശോദയും രോഹിണിയൊക്കെ വന്ന് കുട്ടികൾ എന്താ ചെയ്യണേന്ന് നോക്കിയപ്പോൾ ആ വലിയ കാളയുടെ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട് നിൽക്കണം. അയ്യോ, ഇപ്പം ആ തല പൊന്തിച്ചാൽ പിന്നെ എന്ത് പറ്റും? അതൊന്ന് കുടഞ്ഞാൽ പിന്നെ കുഞ്ഞുണ്ണിയല്ലേ. അവരിതാ പരിഭ്രമിച്ചു. അപ്പം എപ്പോഴും യശോദമ്മ കുറച്ച് പ്രായമായിട്ടാണ് ഉണ്ണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ 50 വയസ്സിനോടൊക്കെ അടുത്തിട്ട് നല്ല തടിയുണ്ട് യശോദമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു ഉണ്ണി ഉണ്ടായത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും വയ്യ. അപ്പോഴേക്കും അമ്മയ്ക്ക് ആലസ്യമായി. പക്ഷേ രോഹിണി അങ്ങനെയല്ല. രോഹിണി സൂത്രത്തിൽ കൂടെ ചെന്ന് കുട്ടിയെ എടുക്കണു, അവിടുന്ന് കൊണ്ടുവന്നു, അമ്മയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണു. പക്ഷേ അത് അങ്ങനെ വികൃതികൾ തുടങ്ങായി. പശുക്കുട്ടികളുടെ വാലുമ പിടിച്ച് ഓടല്, പശുവിൻ്റെ അകിട്ടിൽ എന്ന് പാല് കുടിക്കല്, അങ്ങനെ പല വികൃതികളും കളിച്ചുകൊണ്ട് കുട്ടികൾ വലുതായി വരണു. അങ്ങനെ വലുതായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അകത്തുള്ള കളികൾ ഗോപികമാരിങ്ങനെ വന്ന് അച്ഛനും അമ്മയും ഏട്ടൻ്റെ അമ്മയും കൂടി ഗോപികമാരോട് വർത്തമാനം പറയുമ്പോൾ ഏട്ടാ നമ്മളെ നോക്കണില്ലല്ലോ, അവർ വർത്തമാനം പറയാ. അപ്പോൾ അതിന് സൂത്രം ഉണ്ടാനിയാ, വരൂ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. അടുക്കളയിൽ പോയി. അവിടെ നോക്കിയപ്പോൾ എന്താ, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് വിറക് കൊള്ളി. ഏട്ടൻ അത് എടുത്തു. എന്നാൽ തുടങ്ങല്ലേ അനിയ? തുടങ്ങാം ഏട്ടാ. ഏട്ടൻ പറയും എനിക്ക് വേണം, എനിക്ക് വേണം. രണ്ടാളുടെ ഒച്ച കേട്ടിട്ട് എന്താന്ന് നോക്കുമ്പോൾ തീക്കൊള്ളി പിടിച്ച് വലിക്കാൻ നോക്കുകയാണ്. പരിഭ്രമിച്ചു. കാരണം എപ്പോഴും ഭഗവാൻ എന്താണെന്നറിയോ, ഓരോന്ന് ഇതൊക്കെ എന്തിൻ്റെ പ്രതീകമാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലെ പ്രതീകങ്ങളാണ്. നമ്മൾ ഭഗവാനെ വിട്ട് മനസ്സെങ്കടെങ്കിലും പോയി അല്പം എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ കൃഷ്ണാന്ന് വിളിക്കുക. അത് ആ വിളി കേൾക്കാനാ കണ്ണൻ. ഭഗവാൻ എന്നെ വിട്ടിട്ട് നിങ്ങൾ പോവല്ലേ, ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട്. നമ്മൾ കണ്ണനോട് പറയണം, കണ്ണാ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല. അത് കണ്ണൻ പറയണേ, എനിക്ക് നിങ്ങളെ ഉള്ളൂ, നിങ്ങളെ വേണം. ഭഗവാനല്ലേ നമ്മളൊക്കെ, ഭഗവാൻ നമ്മുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നമ്മളാകുന്ന കളിപ്പാട്ടങ്ങളെ മുഴുവൻ ഉണ്ടാക്കി വെച്ചത്. അപ്പം നമ്മളത് വിട്ടിട്ട് വേറെ വഴിക്ക് പോയാൽ ഭഗവാന് സങ്കടമാവില്ല. അതുപോലെ തന്നെയാണ് ഇതൊക്കെ അതിൻ്റെ ഒരു പ്രതീകങ്ങളാണ്. ഈ പറയുന്ന ഓരോന്നും അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് നമ്മൾ ഭഗവാനെ മറക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതുപോലെ കഥ പോലെ പറഞ്ഞ് ആ കാര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യണേ. അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞു. പിന്നെ ഒരു ദിവസം രണ്ടുപേരും നോക്കിയപ്പോൾ കാണാനില്ല. സന്ധ്യ നേരത്ത് കുട്ടികളെ എവിടെയെന്ന് പരിഭ്രമിച്ച് നോക്കിയപ്പോൾ കുട്ടികളെ കാണാനില്ല. അവരെവിടെ പോയി? അപ്പോൾ കണ്ണനൊക്കെ നല്ലോണം ഓടി നടന്നു തുടങ്ങി. രാമന് കുറച്ചുകൂടെ പൊക്കം വെച്ചു. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു നോക്കി. അപ്പോൾ എത്തിച്ചു നോക്കിയിട്ട് കൃഷ്ണ ഓടി വരൂ ഇതിൻ്റെ ഉള്ളിലാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അവിടെയുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി ഇതാണോ? അതാണ്. എന്നാൽ ഏട്ടാ എനിക്കും കാണണം. ശരി. അപ്പോൾ കണ്ണൻ എത്തണില്ല, കിണറല്ലേ, എന്നാൽ ഞാൻ പൊന്തിക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊന്തിച്ച് കിണറ്റിലേക്ക് എത്തിച്ച് രണ്ടുപേരും കൂടി കാണുമ്പോഴാണ് അമ്മമാര് കാണുന്നത്. അയ്യോ, കൈ അങ്ങോട്ടും കൂടെ കാല് നിലത്തുനിന്ന് വിട്ടുകയും ചെയ്തു. കൈ വിട്ടാൽ അതിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞു വീഴും രണ്ടാളും കൂടി. ആ ഒരവസ്ഥയിൽ രോഹിണി തന്നെ ഓടിച്ചെന്ന് ആ കുട്ടികളെ പേടിപ്പിക്കാണ്ട് പതുക്കെ കണ്ണനെ എടുത്ത് ഒക്കത്ത് വെച്ച് രാമനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്താ രാമ ഈ കാണിക്കണേ? അനിയൻ അതിൻ്റെ ഉള്ളിൽ വീണ് പോവില്ലേ? ആ കിണറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെയ്യാൻ പാടുമോ? അമ്മേ, അവിടെ അതിലല്ലേ സ്വർഗത്തിലേക്കുള്ള വഴി? അത് കിണറല്ലേ കണ്ണ, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണോ? അപ്പം അമ്മയല്ലേ പറഞ്ഞ സ്വർഗത്തിലേക്കുള്ള വഴി ആകാശത്തേക്കൂടെയാന്ന്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചന്ദ്രനെയൊക്കെ കണ്ടുല്ലോ. അപ്പം അതിലേ പോയാലും സ്വർഗത്തിലെത്തില്ലേ?
എന്നതാ സാധാരണ. കാരണം മനുഷ്യപുത്രനായിട്ടല്ലേ ലീലയാടണത്. അപ്പം ആ മനുഷ്യഭാവത്തിൽ തന്നെ നമ്മളേതാ ഓരോന്ന് പറഞ്ഞ് നമ്മളേതാ കൊതിപ്പിച്ചുകൊണ്ട് ഈ ലീലകളൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെ ആ കളിയാടുന്ന ഒരു ഉണ്ണിയെ പറ്റി കേൾക്കുമ്പോൾ ആ ഉണ്ണിയെ ഒന്ന് വാരിയെടുക്കാൻ കൊതിക്കാത്ത ഒരു മനസ്സും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാ ഇതുപോലെ ഓരോരോ ലീലകളാടുന്നു. അത് കഴിഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ വലുതായി കഴിഞ്ഞപ്പോൾ, അതുവരെ ഗോപികമാരെപ്പോഴും എന്താ കണ്ണനെ കാണാൻ ഇവിടെ വരിക. പിന്നെ ഗോപികമാര് യശോദാമ്മോട് ചോദിച്ചാൽ, യശോദാമ്മേ ഞങ്ങൾ കൊണ്ടക്കോട്ടെ, കണ്ണനെ ഒന്ന് കൊണ്ടക്കോട്ടെ. അപ്പം യശോദാമ്മ പറയും, ഗോപികമാരെപ്പോഴും ഇവിടെ വന്നാൽ കണ്ണനെ നോക്കണ്ട, വേണ്ടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശരി കൊണ്ടക്കോളൂ. യശോദാമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലേ, കാരണം കണ്ണനെ അത്ര നേരം കാണാണ്ടിരിക്കാൻ വയ്യ. വേഗം ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറയും. ശരി കൊണ്ടുപോകാമെന്ന് പറയും. അപ്പം കണ്ണൻ പറയും, ഇല്ല ഞാൻ അമ്മയുടെ കൂടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ പിന്നിൽ ചെന്ന് അമ്മയെ ഇതാ കെട്ടിപ്പിടിച്ചിട്ട്, വേണ്ടാമേ പോവണ്ടാമേ എന്ന് പറയും. അപ്പം കണ്ണനെ എങ്ങനെയല്ലേ പാല് തരാം, വെണ്ണ തരാം എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് കണ്ണനെ കുട്ടി എടുത്തു കൊണ്ടുപോകണം. അങ്ങനെ ഓരോ ഗോപികമാരും അവരവരുടെ ഗൃഹങ്ങളിൽ കൊണ്ടുപോയിട്ട് പാലും വെണ്ണയും ഇതൊക്കെ കൊടുത്തിട്ട് പറയും, അതേ കണ്ണാ, ഇത് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, അമ്മയെ കാണണം എന്നാണ് കണ്ണൻ പറയും, കണ്ണാ ഇതും നിൻ്റെ വീടാണ്, ഇതൊക്കെ നിൻ്റെ വീടാണ്, ഞങ്ങളൊക്കെ നിനക്ക് സ്വന്തമല്ലേ, അപ്പം ഞങ്ങളുടെ വീട് നിൻ്റെ വീടല്ലേ, ഇതൊക്കെ നിൻ്റെ വീടാണ് കേട്ടോ എന്നതാ ഗോപികമാർ കണ്ണനോട് പറഞ്ഞു. അത്രയും കേട്ടാൽ മതി കണ്ണനെ, ഇത് സ്വന്തമല്ല, ഇതൊക്കെ നിൻ്റെ സ്വന്തമാണെന്ന് ഗോപികമാരുടെ ആ വായ കൊണ്ട് പറഞ്ഞു. പക്ഷെ മനസ്സുകൊണ്ട് അതായിട്ടുണ്ടോ എന്നുള്ളത് കണ്ണനൊന്ന് പരിശോധിക്കണ്ടേ. പിന്നെ ഓരോരോ ഗൃഹങ്ങളിലേക്ക് പോവുക, പാലും വെണ്ണയൊക്കെ മോഷ്ടിക്കാന്ന് പറയാൻ പറ്റില്ല, അത് നമ്മളെ ആ ജ്ഞാനം കൊണ്ട് പറയണതാ അല്ലേ. വിശ്വമാകും ഗൃഹത്തിൻ്റെ നാഥൻ താനല്ലയോ ഭവാൻ, മഞ്ഞിലായിന്നു കാണുന്ന ചരാചരങ്ങളാകവേ വരദാനമതായേകി കണ്ണനം കരുണാമയൻ. ഇതൊക്കെ നമുക്ക് വരദാനമായിട്ട് തന്നതാണ്. പിന്നെ നമ്മൾ എങ്ങനെയാ മോഷ്ടിക്കുക എന്ന് പറയാ അല്ലേ? അതൊക്കെ നമ്മൾ സ്വന്താക്കിയിട്ട് നമ്മുടെയാന്ന് പറയണം. അപ്പൊ ആരാ ശരിക്കും മോഷ്ടിച്ചത്? കണ്ണന്റെ മുതലൊക്കെ നമ്മളല്ലേ മോഷ്ടിച്ചത്. നമുക്ക് കണ്ണന്റെ മുതൽ മാത്രം മതി, കണ്ണനെ വേണ്ട. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഓരോ ഗൃഹങ്ങളിലും പോണു, പാലും വെണ്ണയൊക്കെ എടുത്ത് കഴിക്കണു. അത് കഴിഞ്ഞ് ആ കുടമൊക്കെ പൊട്ടിച്ചിട്ട് വരണു. അങ്ങനെ കണ്ണനെ കൊണ്ട് നിവർത്തിയില്ലാണ്ടായി. പിന്നെ മുകളിൽ വെച്ച് കെട്ടാമെന്നായിപ്പോൾ എന്നാൽ ശരി, മുകളിൽ വെച്ച് കെട്ടിയാൽ അതിനുള്ള വഴിയൊക്കെ കണ്ണൻ്റെ കയ്യിലുണ്ട്. ഇവർ പോയ സമയത്ത് കുട്ടികളെയൊക്കെ കൂടി കൊണ്ടുവന്ന് ആ കുട്ടികളുടെ ആദ്യം ഒരു പീഠം വലിച്ചിട്ടിട്ടൊക്കെ അതിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കി, പറ്റണില്ല. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കുട്ടികളോട് പറഞ്ഞു കുഞ്ഞിഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പുറത്തേക്കൂടെ കയറി ആ കലത്തിൽ അങ്ങോട്ട് തൂങ്ങി. അപ്പോൾ അങ്ങനെ എടുക്കാൻ തുടങ്ങി. പറഞ്ഞു ഇനി ഇതുപോലെ പറ്റില്ലല്ലോ. യശോദാമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞാൽ യശോദാമ്മ വിശ്വസിക്കില്ല. കാരണം യശോദാമ്മയുടെ അടുത്ത് പാവം ഉണ്ണിയാണ്. അപ്പം പിന്നെ വിശ്വസിക്കില്ല ഈ വികൃതികളൊന്നും. അപ്പോൾ കയ്യോടെ പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഗോപിക അവരുടെ അവിടെ ആ കുടം കെട്ടിയിട്ട ആ സ്ഥലത്ത് ഒരു മണിയൊക്കെ വെച്ച് കെട്ടി. മണി അപ്പം ഈ കുടത്തുമ്പോൾ തൊട്ടാൽ ഈ മണി അടിക്കും. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ണന് എത്താൻ പാകത്തിന് താത്തിയിട്ടാണ് ഈ ഉറി കെട്ടിയത് കേട്ടോ. കണ്ണൻ ഇത് എടുക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഉറി കെട്ടിയത്. അപ്പോൾ കണ്ണനെ പിടിച്ച് യശോദാമ്മയുടെ അടുത്ത് നേരെ കൊണ്ടു കൊടുക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഉറിയൊക്കെ കെട്ടി വെച്ചു. കണ്ണനെ കാത്തിരുന്നു. കണ്ണൻ വരണില്ല. ഉച്ച സമയമായി. ഗോപികമാരെല്ലാവരും കൂടിയിട്ട് നന്ദഗൃഹത്തിൻ്റെ ചുറ്റും ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കൃഷ്ണനെ പറ്റിയിട്ട് അവർക്ക് പറയാനുള്ളൂ. കൃഷ്ണൻ അത് ചെയ്തതും കൃഷ്ണൻ ഇത് ചെയ്തതും അങ്ങനെയുള്ള കൃഷ്ണ കഥകൾ പറയുക, പാട്ട് പാടൊക്കെ ആയിട്ട് എല്ലാവരും അതിൽ ലയിച്ചിരിക്കുമ്പോൾ കൃഷ്ണൻ പതുങ്ങി പോണത് ആ ഗോപിക കണ്ടു. അപ്പോൾ ഗോപികയ്ക്ക് വേറൊരു സങ്കടമുണ്ട്. ഈ പാലും വെണ്ണയൊക്കെ കാണാണ്ടാവുമ്പോഴേ ആ ഗോപികയുടെ ഭർത്താവിൻ്റെ അമ്മ പറയും, നീയ് എന്തൊരു വണ്ണം വെച്ചിട്ടാ വരണേ, നീയാണത് മുഴുവനും എടുത്ത് കഴിക്കണം, എന്നിട്ട് വെറുതെ കൃഷ്ണനെ കുറ്റം പറയാം എന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരു വണ്ണം വയ്ക്കലുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചിട്ടാ. അങ്ങനെ ആ ഗോപികമാര് കണ്ണൻ പോണേൻ്റെ പിന്നാലെ ഗോപിക പോയി. കണ്ണൻ ചെന്ന് ഇപ്പം നോക്കിയപ്പോൾ മണി അവിടെ കെട്ടിയിട്ടുണ്ട്. കണ്ണന് മനസ്സിലായി. ആ മണിയോട് പറഞ്ഞു,
ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ, മിണ്ടരുത്, ഏയ് മിണ്ടില്ല എന്ന് പറഞ്ഞു. കണ്ണൻ കയറണ വരെയും എടുക്കണ വരെയും ഒന്നും മിണ്ടിയില്ല. പക്ഷേ കണ്ണൻ അതങ്ങോട്ട് വായൽ വെച്ചപ്പോൾ മണി എന്ത് ചെയ്തു, എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ മിണ്ടരുത് എന്നല്ലേ പറഞ്ഞ്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാ ഭഗവാന് ഭക്ഷണം കൊടുക്കുമ്പോൾ മണി ഞാനിത് ആഹ്ലാദത്തോടു കൂടിയിട്ട് ഇങ്ങനെ അടിച്ചിട്ടാ എനിക്ക് ശീലം. പിന്നെ എനിക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഞാനെല്ലാം മറന്നുപോയി. ആ ഭഗവാന്റെ ഭോജനം കണ്ടപ്പോൾ അപ്പോഴേക്കും ആ ഗോപിക വന്ന് കൈമ പിടിച്ചപ്പോൾ വായിൽ നിറച്ച് വെണ്ണയാണ്, ആ കയ്യിലും നിറച്ച് വെണ്ണയാണ്. അപ്പോൾ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പോയപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്തു, ആ കയ്യിലുള്ള വെണ്ണ ആ ഗോപികയുടെ മുഖത്തൊക്കെ അത് തേച്ചിട്ട് വായയിലുള്ള വെണ്ണ ആ ഗോപികയുടെ മുഖത്തേക്ക് ഒരു തുപ്പും വെച്ചു കൊടുത്തു. ഗോപിക വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ആ പറയുന്നു, കണ്ടോ കണ്ണനാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞു. കണ്ണനാ മോഷ്ടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരിക്കണ എല്ലാവരും ഉറക്ക ചിരിക്കാൻ തുടങ്ങി. കണ്ണൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ണൻ്റെ മുഖത്ത് ഒട്ടും വെണ്ണയില്ല, കയ്യിലും ഒന്നും കാണാനില്ല, നിന്റെ മുഖത്താണല്ലോ വെണ്ണ. അപ്പൊ കണ്ണൻ വേഗം പാവം പോലെ യശോദാമ്മയുടെ അടുത്ത് എന്നിട്ട് കണ്ണൻ പറയുകയാണേ, അമ്മ എങ്ങനെയാ അമ്മ എപ്പോഴും എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് ഇങ്ങനെയാ, ഞാനൊന്നും ചെയ്തിട്ടല്ല, ഇവര് വെറുതെ പറയണതാ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ ഗോപികമാരും അവരവരുടെ ഗൃഹത്തിൽ ചെന്നതാ കണ്ണൻ ഇങ്ങനെ എടുക്കുമ്പോൾ പിന്നെ പരാതികൾ ഇങ്ങനെ കൂടി വന്നു. അപ്പം യശോദാമ്മ പറഞ്ഞ് വിഷമിക്കേണ്ട, കൊടച്ച് കളഞ്ഞു, അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പരാതികൾ കൂടി വരുമ്പോൾ യശോദാമ്മ പറഞ്ഞു വിഷമിക്കേണ്ട, ഞാൻ തരാം, ഇതിനെ എന്തൊക്കെയാ ഉടഞ്ഞു പോയി വെച്ചാൽ ഞാൻ തരാം, അങ്ങനെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു, അമ്മേ ഞാൻ എത്ര പറഞ്ഞതാ ഇവരുടെ കൂടെ ഞാൻ പോണില്ല, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ നിന്നോളാം. എന്നപ്പോൾ വരൂ 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 എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിന്റെ വീട് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇവരെ കണ്ടോ എന്നെ ഇങ്ങനെ വെറുതെ പറയണത്, അതുകൊണ്ട് ഞാൻ ഇനി ഇവരുടെ വീട്ടിലേക്ക് പോണില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് ശരിക്കും ആ ഗോപികമാർക്ക് ആ വാക്കിൽ തന്നെ വിരഹദുഃഖം ഉണ്ടായി എന്ന് പറയാം. ആ ഭഗവാൻ വിട്ടുപോകണു എന്നുള്ള വിരഹദുഃഖം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടി ഉറക്കെ കരഞ്ഞു, കൃഷ്ണ കൃഷ്ണ പോകല്ലേ, കണ്ണ പോവല്ലേ, ഞങ്ങളെ അടുത്തേക്ക് വരാതിരിക്കരുത്, നീയല്ലാണ്ട് ഞങ്ങൾക്ക് ആരുമില്ല, നിന്നെ വിട്ടൊരു നിമിഷം ഞങ്ങൾക്ക് പിരിയാൻ വയ്യ, രാത്രിയൊക്കെ ഞങ്ങൾ പകലാക്കണത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ എന്നെല്ലാം പറഞ്ഞത് ആ കരയണു. ആ ഒരു ഭാവം ഗോപികമാരിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് ഭക്തന്മാരിലെ ആ ഭക്തിഭാവം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോരോ ലീലകളും ഭഗവാൻ ആടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ലീലകളും കേൾക്കുമ്പോൾ ഭഗവാൻ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തമാണ് ഭഗവാൻ തോന്നിയാലും ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ ഭഗവാനെ വിട്ട് വേറെ ഏതിലെങ്കിലും മനസ്സ് പോകുമ്പോൾ ഭഗവാൻ ഇതുപോലെ ഓരോരോ ലീലകൾ ചെയ്തുകൊണ്ട് നമ്മളെ ആ ഭഗവാനോട് കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ആ ബാലലീലകൾ. കണ്ണൻ്റെ ഭാവമൊക്കെ കണ്ടപ്പോൾ യശോദാമ്മയ്ക്കും പാവം തോന്നി. കണ്ണൻ പാവം, ഈ കണ്ണൻ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, ഇവർ വെറുതെ പറയണ്ടാവും, ചിലപ്പോൾ ഈ കലൊക്കെ ഉടച്ചു പോയത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഉടഞ്ഞതാവും. അപ്പം ഈ ഗോപിക അപ്പം അത് കൊണ്ട് അവർ വെറുതെ പറയണതാവും, എന്നാലും വേണ്ടില്ല എന്നൊക്കെ ഒരു ഭാവം ഉള്ളിലുണ്ടായോ എന്ന് സംശയം യശോദാമ്മയുടെ. അപ്പം അത് ഞാൻ ശരിയാക്കി തരാമെന്ന് യശോദാമ്മയും വിചാരിച്ചു. യശോദാമ്മയുടെ കണ്ണൻ വിചാരിച്ചു അമ്മയുടെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഒരു ദിവസം കണ്ണനപ്പോൾ എപ്പോഴും വൈകുന്നേരം മേല് കഴുകിയാലും കണ്ണനെ അതിസുന്ദര കുട്ടപ്പനായിട്ട് ഒരുക്കണം. കണ്ണനാണെങ്കിൽ ഈ പട്ടുകോണകമാണ് ഏറ്റവും ഇഷ്ടം. ഈ പട്ടുകോണകം ഇടയ്ക്കിടയ്ക്ക് പട്ടുകോണകം മാറി എടുക്കണത് കണ്ണന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ എപ്പോഴും വസ്ത്രങ്ങൾ മാറുന്നത് ഇഷ്ടമാണ്, മണ്ണും ചെടിയാക്കിയിട്ട് എപ്പോഴും വസ്ത്രങ്ങളാണ്. ഒരു തവണ ഉടുത്ത വസ്ത്രങ്ങൾ അത് ഇപ്പോഴും ഈ ഒരു കലികാലത്ത് പോലും അതിൻ്റെ കഥ പറയും. ഒരിക്കല് വില്യമംഗലം സ്വാമിയാർ നോക്കുമ്പോൾ കണ്ണനെ അവിടെ ആ ശ്രീലകത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കാണാനില്ല അത്രേ. അപ്പം അങ്ങനെ നോക്കിയിട്ട് എവിടെയാന്ന് നോക്കുമ്പോൾ കണ്ണൻ അവിടെ പണ്ട് ഒരു എലഞ്ഞിമരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കൂത്തമ്പലമുള്ള ഭാഗത്ത് ആദ്യം ഒരു എലഞ്ഞിമരായിരുന്നു. അതിന് ചോട്ടിലിരുന്ന് കണ്ണൻ ചിരട്ടയിൽ മണ്ണ് വാരി കളിക്കുക. കണ്ണൻ മേല് മുഴുവനും ചെളിയും മണ്ണുമായിട്ട് നിൽക്കണ അത്യത്ഭുതമായിട്ടുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് കിട്ടി. അപ്പം അദ്ദേഹത്തെ കണ്ടിങ്ങനെ ഉറക്ക ചിരിക്കുമ്പോൾ മാനവേദൻ സമൂരിപ്പാട് ചെന്നിട്ട് ചോദിച്ചു, എന്തിനാ അങ്ങനെ ചിരിക്കണേ? അല്ല കണ്ടില്ലേ, മണ്ണിൽ ആറാടി നിൽക്കണ കണ്ണൻ്റെ വികൃതി കണ്ടിട്ടാന്ന്. അപ്പം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ അത്ഭുതമായി, ഇതിങ്ങനെ നേരിട്ട് കാണണ്ടോന്ന്. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ആ ശ്രീലത്തൊന്ന് പോയി നോക്കിയാൽ മതി, അവിടെ പോയി നോക്കുക, അകത്ത് പോയി നോക്കൂ ശ്രീലത്തൊക്കെയെന്ന്. അപ്പം ചെന്ന്
അകത്ത് ചെന്ന് ശ്രീലകത്ത് നോക്കിയപ്പോൾ അന്ന് അണിയിച്ച ആ വസ്ത്രങ്ങളിൽ മുഴുവൻ മണ്ണും ചെടിയും പുരണ്ടിരിക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു അത്രേ. അപ്പം ഭഗവാൻ ഇപ്പോഴും ആ ലീലകളൊക്കെ ആടുന്നുണ്ട്. നമുക്ക് അത് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മനോമാലിന്യം കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് അതിനെ നീക്കം ചെയ്താൽ ബാക്കിയെല്ലാം ശരിയായി. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഈശ്വരൻ. എന്തിനാ? ഇനി ആ മനസ്സാകുന്ന ആ മനസ്സിന്റെ മാലിന്യങ്ങൾ നീക്കിയിട്ട് നെഞ്ഞം രംഗത്ത് തങ്കത്തളകളിലക്കി നീ നിത്യവും നൃത്തമാടൂ. ആ കണ്ണൻ അങ്ങനെ നൃത്തം ചെയ്യാൻ സാധിക്കണം. പൂന്താനം തിരുമേനിയും അതന്നെയല്ലേ പറഞ്ഞ്. ആ പൂന്താനം തിരുമേനിയുടെ ഉള്ളിൽ ഭഗവാൻ കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുറമേ ഉള്ള എന്നും നിത്യമായിട്ട് ആ മനസ്സ് ആ കൃഷ്ണനിൽ രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാളെ ഇല്ലാണ്ടാവണത്, വിട്ടുപോണതായിട്ടുള്ള ഒരു പുത്രൻ പുറമേക്ക്? അത് വേണ്ട. അത് കളിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് അദ്ദേഹം പാടിയത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അത് കാരണം ബാക്കി എല്ലാം എപ്പോ വേണമെങ്കിലും വിട്ടുപോകാണ്ട് നിത്യോത്സവമായിട്ട് ഹൃദയത്തില് ലീലകളാടുക അല്ലേ? നമ്മൾ പാട്ടുപാടും അല്ലേ? കണ്ണാ നീയാടിയ ലീലകൾ ഒന്നുകൂടെ ആടൂലേ. കണ്ണൻ പറയണു, ഞാനിതാ നിത്യവും ആടിക്കൊണ്ടിരിക്കണു, പക്ഷെ നിങ്ങളുടെ കണ്ണിന് കാണാൻ പറ്റണില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ ഉള്ളില് ഇതാ വന്ന് ഞാൻ ഉണ്ട്, പക്ഷെ എനിക്ക് ഇതാ ആ കാട്ടിലൂടെ ഞാനിതാ ഗോപികമാരുടെ പിന്നാലെ ഗോപികമാർക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര ആ ഗോവർദ്ധനത്തിലൂടെ ഒക്കെ എത്ര കല്ലും മുള്ളും ചവിട്ടി നടന്നിട്ട് എനിക്ക് വേദനയില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ആ കല്ലും മുള്ളും ചവിട്ടുമ്പോഴേ കാല് നോവില്ലേ? എൻ്റെ ആ ഗോപികമാർക്ക് സങ്കടം എന്തായിരുന്നു? കണ്ണാ, ഞങ്ങളുടെ നെഞ്ചിൽ വയ്ക്കില്ല കണ്ണനെ. കാരണം ദൃഢമായ മാറിടത്തിൽ കണ്ണൻ്റെ ആ കാല് തട്ടിയാൽ കണ്ണന് വേദന എടുത്താലോ കാലിൽ വെച്ചിട്ട് നെഞ്ചിൽ കുട്ടികളെ നെഞ്ഞത്ത് ചവിട്ടി ഇങ്ങനെ കുനിപ്പിക്കൂലോ. അങ്ങനെ കണ്ണനെ ഈ ഗോപികമാർ നെഞ്ഞത്ത് ചവിട്ടി കുനിപ്പിക്കില്ല അത്ര. കാരണം എന്താ? ആ കാല് വേദന എടുത്താലോ അത്രയും മൃദുലമാണ് ആ കാല് കൊണ്ട്. കണ്ണാ, ഈ കല്ലിലും മുള്ളിലും ഓടി നടക്കുമ്പോൾ വേദനിക്കില്ലേന്ന് ആലോചിച്ചിട്ടാണ് സങ്കടം എന്നാണ് ഗോപികാഗീതത്തിൽ പറയുന്നത്. അത്രയും സ്നേഹമാണ് അവർക്ക് കണ്ണനോട്. നമ്മുടെ ഉള്ളിലുള്ള മനോമാലിന്യങ്ങളെ നീക്കാണ്ട് പിന്നെ എങ്ങനെ കണ്ണൻ അവിടെ തങ്കത്തളകളെ ഇറക്കിയിട്ട് നൃത്താടാൻ പറ്റും? നൃത്തമാടൂ കൃഷ്ണ എന്ന് പാടിയിട്ട് കാര്യമില്ല. നൃത്തമാടാനായിട്ട് ഇവിടെ വന്നിട്ട് നൃത്തം കളിക്കണം എന്നൊരു കുട്ടിയോട് പറഞ്ഞാൽ അതിന് കളിക്കാൻ വേണ്ട ഒരു രംഗവേദി വേണ്ടേ? എന്നാലല്ലേ നൃത്തം കളിക്കുള്ളൂ. വെണ്ണ തരാമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേമമാകുന്ന വെണ്ണയാണ് ചോദിക്കണത്. ഗോപികമാര് മറ്റുള്ള വെണ്ണ ഇതാ അതല്ല എനിക്ക് വേണ്ടത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അവർ പറഞ്ഞു കണ്ണാ വിട്ടുപോവല്ലേ എന്ന് പറഞ്ഞു. ആ പ്രേമമാകുന്ന വെണ്ണയെ സ്വീകരിച്ച് ഗോപികമാരെ ഇതാ ആ എല്ലാവരാലും നമസ്കരിക്കപ്പെടുന്ന വന്ദേ നന്ദം വ്രജസ്ത്രീണം പാദരേണു അമിഷ്ണശ യാസം ഹരികഥോൽഗീതം പുനാദിഭുവനത്രയം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതാ ഗോപികമാരെ എത്തിച്ചത് തന്നെ. ആ ഗോപിക എന്ന് വെച്ചാൽ ആരാ? ഗോപിക ഗോപ്യമായിട്ട് ആരാണോ ആ ബ്രഹ്മാനന്ദം അനുഭവിക്കണത് അവരൊക്കെ ഗോപികമാരാണ്. അപ്പൊ നമ്മളൊക്കെ ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചു തുടങ്ങിയാൽ നമുക്കൊക്കെ ഗോപികമാരായിട്ട് മാറാൻ സാധിക്കും. ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണനുണ്ടായെന്നൊക്കെ ഇതാ പറയും. ഏതാ ആ കൃഷ്ണൻ എവിടുന്നാ വരേണ്ടത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവായിരിക്കുന്ന കൃഷ്ണനെ ഇതാ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതാ ഓരോരോ രംഗങ്ങളിലൂടെ ഇതാ അങ്ങനെ ആ കണ്ണൻ ഇതാ ഓരോരുത്തരെയും ഉദ്ധരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ അമ്മ തലേ ദിവസം അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കി കിടത്തി ഉറക്കിയതാണ് കണ്ണനെ. രാവിലെ എഴുന്നേറ്റ് അമ്മതാ തൈര് കടയാനായിട്ട് പുറപ്പെടണം. അപ്പോൾ അതിന് മുമ്പ് വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ഒരുക്കി വെച്ച് അടുപ്പൊക്കെ കത്തിച്ച് വലിയ കലത്തിലാണ്, ധാരാളം പാലുണ്ടാവുമല്ലോ. അപ്പോൾ വലിയ കലത്തിൽ പാലൊക്കെ വെച്ച് തിളയ്ക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ച് തൈര് കടയാൻ തുടങ്ങി. ഈ തൈര് കടയാൻ തുടങ്ങുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വെളുത്ത വസ്ത്രമാണ് അത്രയും യശോദാമ്മ ധരിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വെളുത്ത വസ്ത്രം.
ആ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് തലയിൽ നിറച്ചത് ആ പൂക്കളൊക്കെ ചൂടി അതിസുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട് നല്ല തടിച്ച ശരീരവും. അപ്പോൾ നമ്മൾ തൈര് കടയണ പോലെ കയ്യ് ഇങ്ങനെയല്ല കടയുക, അവർ വള്ളി കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചാ കടയുക. അത് ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ തൈര് കടയണ സമയത്ത് അവർക്ക് എന്തേ പാടാനുള്ളൂ. നമുക്ക് കുറേ പാട്ടുകൾ വേറെ ആരൊക്കെയോ എഴുതിയിട്ട് പാടാം. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആ കൃഷ്ണന്റെ അത്യത്ഭുതമായിട്ടുള്ള ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, ഉണ്ണികൃഷ്ണ മുകുന്ദ ഹരേ ജയ, കണ്ണാ കാർവർണ്ണ കൃഷ്ണ ഹരേ ജയ. അങ്ങനെ ആ ഉള്ളില് നിറഞ്ഞ ആ കൃഷ്ണന്റെ ഓരോ നാമങ്ങളെ കൊണ്ട് അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ആസ്വദിച്ച് കൃഷ്ണനിൽ അലിഞ്ഞ് ഇരുന്ന് തൈര് കടന്നുകൊണ്ടിരിക്കണം. ആ തൈര് കടയണേൻ്റെ ഇമ്പത്തില് ആ കൈവളകളുടെ ശബ്ദം, ആ മുടിയൊക്കെ അഴിഞ്ഞത്, ആ പൂക്കളൊക്കെ നിലത്ത് വീണ് കിടക്കാണ്. മനോഹരമായിട്ട് അതിസുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ തൈര് കടയണത്. അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കണ്ണൻ ഉറങ്ങണു, സുഖമായിട്ട് ഉറങ്ങണു. ആ ഉറങ്ങുമ്പോൾ ആദ്യം ഇങ്ങനെ കമന്ന് കിടന്നിട്ടാ ഉറങ്ങിയിരുന്ന കണ്ണൻ. അപ്പോൾ ആ പിന്നിലിതാ ആ പട്ടുകോണകത്തിൻ്റെ വാലൊക്കെ അഴിഞ്ഞു പോയിട്ട് പിന്നിലാണ്, മുന്നിലത്തെ ഭാഗമൊക്കെ അഴിഞ്ഞ് പിന്നിലുണ്ട്. അഴിഞ്ഞിങ്ങനെ കിടക്കണു. ആ സുന്ദരമായിട്ടുള്ള പുറം കാണിച്ചു തരികയാണ്. ആ മുടിയൊക്കെ അഴിഞ്ഞൊലഞ്ഞിട്ടുണ്ട് കണ്ണൻ്റെ. അത് കഴിഞ്ഞ് കണ്ണൻ കുട്ടികൾ പെട്ടെന്ന് തിരിഞ്ഞു കിടക്കണ പോലെ തിരിഞ്ഞു കിടന്നു. അപ്പോൾ പിൻഭാഗം കണ്ടിട്ട് പിന്നെന്താ അമ്മ സുന്ദരമായിട്ട് ഒരുക്കിയിട്ട് എഴുതി കൊടുത്ത ആ കൺമഷിയൊക്കെ ഇങ്ങനെ മാഞ്ഞു പോയിട്ടുണ്ട്. ഗോപിക്കുറിയൊക്കെ പകുതി മാഞ്ഞിട്ടുണ്ട്. ആ കവിളുകളൊക്കെ അങ്ങനെ ചുമന്ന് തുടുത്തിട്ടുണ്ട്. അമ്മ രാത്രി മുഴുവനും ഈ കുഞ്ഞിനെ ഉമ്മ വെച്ച് ചുമപ്പിച്ചതാണോ എന്ന് തോന്നും. അത്രയ്ക്ക് സുന്ദരമായിട്ട് ആ കവിളുകളൊക്കെ ചുമന്ന കവിളുകൾ. അങ്ങനെ കഴുത്തിലുള്ള ആ മാലകളൊക്കെ അലങ്കോലായിട്ട് കിടക്കണു. കയ്യിലുള്ള വളകളൊക്കെ കയറി ഇറങ്ങി കിടക്കണു. അങ്ങനെ സുന്ദരമായിട്ട് ആ ദിഗ്വാസസനായിട്ട്, കാരണം ആ പട്ടുകോണകം പിന്നിലല്ലേ, വസ്ത്രമൊന്നും ഇല്ലാണ്ട് ആ ദിഗ്വാസസനായിട്ടുള്ള കണ്ണൻ്റെ ഒരു അത്യന്തം സുന്ദരമായിട്ടുള്ള ഒരു ദർശനം. ആ കണ്ണൻ ഉണരണത് കാത്തിട്ട് ധാരാളം പേര് കാത്തിരിപ്പുണ്ട്. കുരങ്ങന്മാര്, തത്തകള്, പൂച്ചകള്, അങ്ങനെയുള്ള മൃഗങ്ങൾ. കാരണം കണ്ണൻ ഉണർന്ന വെണ്ണ കിട്ടിയാലേ അവർക്കൊക്കെ ഓരോ പങ്ക് കിട്ടുള്ളൂ. കണ്ണൻ എല്ലാവർക്കും കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. വെണ്ണയൊക്കെ കിട്ടിയാൽ എല്ലാവർക്കും കൊടുക്കും, കുരങ്ങനെ, പൂച്ചയ്ക്ക്, അണ്ണാന്, അങ്ങനെ. അപ്പം ഇവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കും. ഓടക്കുഴലിൽ കണ്ണൻ വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ടൊരു രാഗമുണ്ട് അത്ര. അത് യശോദാമ്മയ്ക്ക് അറിയാം. ഓടക്കുഴൽക്കു പുതുവെണ്ണ ലഭിപ്പതിനായി ആടിക്കുഴഞ്ഞു കുഴലൂതിന വാസുദേവൻ, കാനക്കുറിഞ്ഞിയെ വിളിച്ചതു കേട്ട നേരം പൂനക്കുറിഞ്ഞികളടുത്തതു കൺമനോ ഞാൻ. ഈ രാഗം കേട്ട ആദ്യം ഓടി യശോദാമ്മയുടെ അടുത്തേക്ക് എത്തിയ ആരാന്നറിയോ? ഈ പൂച്ചക്കുട്ടികളാണ്. കാരണം അവർക്ക് അറിയാം ഇപ്പം വെണ്ണ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അവർക്കും യശോദാമ്മയ്ക്കാണ് അറിയാം, ഇവർക്കൊക്കെ അറിയാം. അങ്ങനെ ഉള്ള അവരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂച്ചക്കുട്ടികളാണെങ്കിൽ കണ്ണൻ്റെ കട്ടിലുമ്മ കയറി ഞങ്ങൾക്ക് ഇത്തിരി കൂടിയും കണ്ണനോട് ബന്ധമുണ്ട് എന്ന് പറയണ പോലെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ണനെ ഇങ്ങനെ ചാരി ഇരുന്നു കൊണ്ട് ഇങ്ങനെ മുകളിലുണ്ട്, എണീക്കൂ കണ്ണാ ഞങ്ങൾക്ക് വിശക്കണു. അതൊക്കെ കേട്ടപ്പോൾ കണ്ണനെ അപ്പോൾ അല്ലേ രാജാക്കന്മാരൊക്കെ പാടി ഉണർത്തുക എന്ന് പറയണ പോലെ ഇവിടെ തത്തയും പൂച്ചയൊക്കെ കൂടിയിട്ടാണ് പാടി ഉണർത്തണത്. അങ്ങനെ കണ്ണനിതാ പതുക്കെ കണ്ണു തുറന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ കണ്ണനിതാ ആ കട്ടിലിൽ നിന്ന് പതിയെ ഇറങ്ങി ആ ഒരു പാദസരം മുകളിൽ കിടക്കുന്നുണ്ട്, ഒരെണ്ണം താഴെ കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനതാ അതൊക്കെ ശരിയാക്കിയിട്ടിട്ട് പതുക്കെ ആ പിന്നിലെന്താ ആ കോണകം പിന്നിൽ വാലുപോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ കുരങ്ങന്മാരും പൂച്ചകളൊക്കെ പറയാത്ര, കണ്ടോ ഞങ്ങളുടെ പുതുവെണ്ണ വച്ചു ചിന്താമരക്കണ്ണനോടോതിയേവം അച്ഛൻ കുളിച്ചിങ്ങു വരുമ്പോഴേക്കും ഉച്ചത്തിൽ നാരായണ എന്നു ചൊല്ലു, അമ്പോറ്റിതൻ പൂജ കഴിഞ്ഞിടുമ്പോൾ തരാം കുമാരാ പുതുവെണ്ണ നേദ്യം. അമ്മ പറഞ്ഞു മുടിയിരുന്ന് ചമ്പറം പടിഞ്ഞ് നാമം ജപിക്കൂട്ടോ, പൂജ കഴിഞ്ഞിട്ട് തരാം. ഓക്കെ ശരി. അമ്മ പറഞ്ഞത് കേട്ട് ചമ്പറം പടിഞ്ഞിരുന്നു. അമ്മ അങ്ങോട്ട് പോയപ്പോൾ
അമ്മ പോയ സമയത്ത് ഈ വെണ്ണ അങ്ങനെ കണ്ടിട്ട് കൊതിയാവുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? കണ്ണോണ്ട് കണ്ടിട്ട് കൊതിയാവാണ്ടത് പെട്ടെന്ന് വേഗം അടുത്ത് ചെന്നിട്ട് ഹയ്യങ്കവം കണ്ടു കൊതിച്ചു കണ്ണൻ കണ്ണാൽ നുകർന്നും കൊതി തീർന്നിടാഞ്ഞ് കയ്യാലെടുത്തൽപ്പമശിച്ചു വേഗാൽ തിണ്ണത്തിൽ ചമ്പ്രം പടിയിട്ടിരുന്ന് ആ ചമ്പ്രപടി ഇട്ടിട്ടുണ്ട് ചെന്താൽ മിഴി പാതി പൂട്ടി നാരായണ എന്നു ജപം തുടങ്ങി. വേഗം ചമ്പ്രം പടിഞ്ഞിട്ട് കണ്ണിങ്ങനെ പകുതിക്ക് തുറന്ന് നോക്കണ്ട അമ്മ വരുന്നുണ്ടോ, അമ്മ എങ്ങാനും കണ്ടോ. എന്നിട്ട് ഇരുന്ന് നാമം ജപിക്കണം ഉണ്ണിക്കണ്ണൻ. അങ്ങനെയാണ് അപ്പൊ അത്ര ഇഷ്ടമാണ് ആ നറുവെണ്ണ. അപ്പൊ അപ്പം അത് കഴിച്ചു നോക്കി, നല്ല രുചിയുണ്ട് അമ്മയുടെ വെണ്ണയ്ക്ക്. അതല്ലെങ്കിൽ അമ്മ എനിക്ക് വേണ്ടി ഒരിക്കലും നല്ല രുചിയാണ്. കാരണം അമ്മയുടെ സ്നേഹമാണ് അമ്മ തരണത്. വേഗം അവിടെ നിന്ന് ഇനി എന്താ ചെയ്യുക? ഓടാൻ പോവുക. ഇനി അമ്മ എന്തായാലും ഇത് പൊട്ടിക്കണ്ടായിരുന്നില്ല അല്ലെ? ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചെയ്യണ്ടായിരുന്നില്ല, കഷ്ടായി തോന്നണ പോലെ കണ്ണനും തോന്നി. ഇത്രയും പൊട്ടിക്കണ്ടായിരുന്നില്ല, വെറുതെ ചെയ്തു. അപ്പൊ അത് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി അടി കിട്ടും എന്നുള്ളത് ഉറപ്പാ അല്ലെ? ഇടയ്ക്കിടയ്ക്കൊക്കെ യശോദമ്മ അടിക്കും ഇത്ര കണ്ണനെ. എങ്ങനെയാ അടിക്കുക? ആ മയിൽപ്പീലി എടുക്കും. എന്നിട്ട് അതിൻ്റെ ആ കടഭാഗം കൊണ്ടല്ല കേട്ടോ, തലഭാഗം കൊണ്ട് അടിക്കുക. അപ്പം അച്ഛൻ വരുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ പിള്ളേരെ എന്താണ് ആ ഒരു ശ്ലോകം ഞാൻ മറന്നുപോയത്, ആ കൃഷ്ണഗാഥയിലുള്ളതാണ്. പിള്ളേരെ നുള്ളി ഞാനെന്നങ്ങോ ചൊല്ലിട്ടു പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. സങ്കടപ്പെട്ട് കരയാണ്. പീലി കൊണ്ടടിച്ചാൽ നല്ല വേദന ഉണ്ടാവുമല്ലോ. പക്ഷെ അടിച്ചത് വേദന ഇല്ലെങ്കിൽ ആരാ അടിച്ചത്? അമ്മയാണ്. അതാണ് സങ്കടം, അല്ലാണ്ട് അടിച്ചേൻ്റെ അല്ല. അപ്പൊ എന്തായാലും അടി കിട്ടും. അമ്മ അടിക്കാൻ വന്നാൽ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ടല്ലേ അടിക്കണേ. അപ്പൊ അത് അവിടെ നിന്നാൽ അടി കിട്ടും. ഓടിയാലോ എന്ന് നോക്കും. ഓടാൻ നോക്കുമ്പോൾ പറയും ഓടിയാൽ കൂടുതൽ അടി കിട്ടുമോ എന്നാൽ ഒന്ന് നിൽക്കാം. അങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പൊ തോന്നുന്നു അല്ല ഗോപികമാരുടെ അടുത്ത് പോയിട്ട് പറയാം, വേണ്ട വേണ്ട വേണ്ട, അവർ ഇന്നലെ പരാതി പറഞ്ഞവരെ അവർ പറയും നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചിലപ്പോൾ പിടിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടു കൊടുക്കും. അത് വേണ്ട എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കുണ്ട് ആ അമ്മ വരണം. അമ്മ ശബ്ദം കേട്ടിട്ട് എന്തേൻ്റെ ഉണ്ണിക്ക് പറ്റിയെന്ന് വെച്ചിട്ട് ഓടി വരണേ. അപ്പോഴാണ് ഈ വിസ്മയം. ആ ശരീരത്തിലേക്കൊക്കെ നോക്കിയപ്പോഴേ ഈ നിലത്തങ്ങടെ അടിച്ച സമയത്ത് ആ തൈരൊക്കെ തെറിച്ചിട്ട് ശരീരത്തിൽ മുഴുവനും എങ്ങനെയാണോ കാർമേഘത്തില് നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണത് അതുപോലെ ആ ശരീരം മുഴുവൻ അതും ഒരു അലങ്കാരമായിട്ട് തീർന്നു അത്രേ ഭഗവാൻ. ആദ്യം യശോദാമ്മ അതൊക്കെ ഒന്ന് ആസ്വദിച്ച്, കണ്ണനിൽ എന്ത് കണ്ടാലും യശോദ ആസ്വദിക്കും. പിന്നെയാണ് പരിസരബോധം വന്നിട്ട് ദേഷ്യം മുഖത്തേക്ക് വന്നപ്പോൾ കണ്ണൻ ഓട്ടം. കണ്ണനെ ഓടി അപ്പുറത്ത് ചെന്ന് അപ്പോഴേക്കും എല്ലാവരും വെണ്ണ കിട്ടും വെച്ച് കാത്തിരിക്കുകയാണ്. അവരും പിന്നാലെ ഓടി വെണ്ണ കയ്യിൽ കണ്ടപ്പോൾ. അവിടെ ഒരു ഒരലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ വെണ്ണയൊക്കെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അമ്മ വരണേ. അമ്മയുടെ കയ്യിൽ വടിയുണ്ട്. ഇത്തവണ പീലി അല്ല കേട്ടോ, ചെറിയൊരു വടി എന്നെ എടുത്തു അമ്മ. ഇത് വല്ലാത്തൊരു കുറുമ്പായില്ലേ, ഇത് പീലി പോരാച്ചിട്ടൊരു വടി എന്നെ എടുത്തു. അപ്പൊ അവിടുന്നും ഇറങ്ങിയത് ഓടി. കണ്ണ അവിടെ നിൽക്കൂ ഓടി അടി കിട്ടൂട്ടോ, നിന്നാ അടിക്കില്ല എന്ന് പറയാം. അപ്പൊ കണ്ണൻ പറയും നിന്നാലെന്നെ അടിക്കുന്ന എനിക്കറിയാം, അതാണ് ഓടണേ. യശോദാമ്മയ്ക്കാണെങ്കിൽ നല്ല തടിയുണ്ട്. ആ തടിയും വെച്ചിട്ട് ഓടാനും വയ്യ. യശോദാമ്മയ്ക്ക് കണ്ണൻ്റെ കുട്ടികൾ ഓടണ പോലെ അമ്മമാർക്ക് ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റില്ല. തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഗോപികമാരും പിന്നാലെ. അങ്ങനെ വേണം യശോദാമ്മ. യശോദാമ്മയോട് എത്ര ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ ഇവന് 2 കൊടുക്കണം. അപ്പൊ അതും കൂടി കേട്ടപ്പോൾ കണ്ണൻ പിന്നെയും ഓടുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയപ്പോഴേ കണ്ണൻ തോന്നി അങ്ങനെ യശോദാമ്മ അങ്ങനെ അപമാനിക്കേണ്ട ഈ ഗോപികമാര്. എൻ്റെ അമ്മ അങ്ങനെ എന്തിനാ ചെയ്യണേ? അമ്മ ക്ഷീണിച്ചു വയ്യാണ്ടായി, ഇനി ഓടാൻ അമ്മയ്ക്ക് പറ്റില്ല. അപ്പൊ പാവം തോന്നി അമ്മയോട്. ആ ഭഗവാന്റെ കാരുണ്യം നമ്മളായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മളത് ചെയ്ത് നമ്മളിത് ചെയ്ത് ഭഗവാനെ കിട്ടുമെന്ന് തോന്നിയാൽ നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഓരോരുത്തരും ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നാരദ മഹർഷി പറയും എല്ലാ രോഗങ്ങൾക്കും ഭവരോഗങ്ങൾക്കുള്ള ഏക ഔഷധം ബാലലീലകളെ ശ്രവിക്കുക എന്നാണ്. അപ്പൊ നമ്മളെ ഈ ബാലലീലകൾ കേൾക്കാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പരമമായ കാരുണ്യമാണ്. നമ്മുടെ ഒരാളുടെയും കഴിവല്ല, നമ്മൾ ഒരാളും ഒന്നുമല്ല. ഈ ശ്വാസം
അകത്തേക്ക് ഇട്ടത് പുറത്തേക്ക് വിടാൻ നമുക്ക് പറ്റുമോ? നമ്മളായിട്ട് പറ്റില്ല. അത് അതിൻ്റെ ഉള്ളിലിരിക്കണ ഭഗവാനിൻ്റെ ആ കാരുണ്യമാണ്. അങ്ങനെയുള്ള നമുക്ക് എന്ത് കഴിവുണ്ടെന്നാണ് പറയണത്. നേടിയെന്ന് തോന്നുന്ന നേട്ടങ്ങളൊക്കെ വെറുതെയാണ്. അപ്പം അങ്ങനെ ഇതാ ആ യശോദമ്മ ആ കണ്ണനെ പിടിച്ചിട്ടതാ ആദ്യമൊക്കെ ഇങ്ങനെ പറയണ്ടേ, കുറേ വള്ളി കൊണ്ടുവന്ന് കെട്ടാൻ നോക്കി, എത്തിയില്ല എന്നൊക്കെ. കാരണം അതിൻ്റെ ഉള്ളിലുള്ള തത്വം ഇതന്നെയാണ്. ഇത് ബോധിപ്പിക്കാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ കണ്ണനെ ആ ഉരലിൽ പിടിച്ച് കെട്ടി. അപ്പോൾ കണ്ണൻ കുറേ കരഞ്ഞു അത്രേ. ആ ഓടണ വഴിക്ക് കണ്ണൻ വീഴണ പോലെ അഭിനയിച്ചിട്ട് ആ മണ്ണൊക്കെ ഇങ്ങനെ കയ്യിലാക്കി. വെണ്ണയുണ്ടല്ലോ കയ്യിൽ, എന്നിട്ട് അത് രണ്ടും കൂടി കയ്യ് കണ്ണിൽ അങ്ങോട്ട് കൂട്ടിയൊരു തിരുമ്പ് തിരുമ്പി. ഇപ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാന്ന് വെള്ളം ചാടാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഏന്തി കരയണതെന്ന് പറഞ്ഞാൽ ശരിക്കും ദാമോദരാഷ്ടകം വായിക്കണം. അപ്പോഴേ ഉള്ളൂ ഈ കഴുത്തിൽ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ആ കൗസ്തുഭമണി പോലത്തെ കണ്ഠമണി ഉണ്ടല്ലോ, കൗസ്തുഭമണി, അതൊക്കെ ഇങ്ങനെ കഴുത്തിങ്ങനെ അനങ്ങണതിനനുസരിച്ചിട്ട് അതിങ്ങനെ അനങ്ങണതൊക്കെ അത്ര മനോഹരമായിട്ട് ആ ദാമോദരാഷ്ടകത്തിലെ ശ്ലോകത്തിൽ പറയും. അത്രയും ഇതായിട്ട് ഇങ്ങനെ എന്തി വേണ്ടമ്മേ 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 അടിക്കണ്ടാമേ ചെയ്യില്ല അവൻ ഏന്തി കരഞ്ഞ് കണ്ണ് തിരുമ്പിക്കൊണ്ടതാ കണ്ണൻ അവിടെ നിൽക്കണു. പക്ഷേ ആ കണ്ണൻ്റെ സൂത്രങ്ങളൊന്നും ഇത്തവണ യശോദാമ്മയ്ക്ക് പറ്റില്ല. കാരണം യശോദാമ്മ അത്രയ്ക്കും മനസ്സിലായി കണ്ണൻ്റെ കുറുമ്പ്. കാരണം നമ്മൾ അമ്മമാർ ശിക്ഷിക്കണത് എന്തിനാ? കുട്ടികൾ ഇനി കുറുമ്പ് കാട്ടരുതെന്ന് വെച്ചിട്ടാണ്. ഇപ്പം ഇവനെ വെറുതെ വിട്ടാൽ ഇനി ഇതിനേക്കാളും വലിയ കുറുമ്പ് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞതാ ആ ഉരലിൽ കെട്ടിയിട്ടു. കുട്ടികൾ, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ പറഞ്ഞു, കണ്ടോ കുറുമ്പ് കാട്ടിയിട്ടാണ് കേട്ടോ കണ്ണനെ അവിടെ കെട്ടിയിട്ടാണ്. കുറുമ്പ് കാട്ടിയ എല്ലാവർക്കും അനുഭവമാണ്. കണ്ണനെ ഇവിടെ നോക്കി ഇവിടെ നിന്നോളൂ, കുട്ടികളോട് നോക്കി നിന്നോളാം പറഞ്ഞു. കുട്ടികൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ, അമ്മ പോയപ്പോൾ കുട്ടികൾ ചോദിച്ചു, അല്ല കണ്ണ ഇവ ഇങ്ങനെ കളിക്കുക? അതൊക്കെ സൂത്രമുണ്ട്. നിങ്ങൾ ഈ ഒരലെല്ലാവരും കൂടി ഇങ്ങനെ മറിച്ചിട്ട് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആ ഒരല് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കുട്ടികൾ. അപ്പം എന്ത് ചെയ്തു? കണ്ണൻ പറഞ്ഞു, കണ്ണൻ മുട്ടുകുത്തി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആനയാണ്, തടി പിടിക്കണ ആനയാണ് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ആന തടിയും കൊണ്ട് പോണു എന്നൊക്കെ ഇങ്ങനെ അഭിനയിച്ചു കൊണ്ട് ആ കുട്ടികളൊക്കെ പിന്നാലെ ആന ഇങ്ങനെ തടിയും കൊണ്ട് പോണ ആന ഇങ്ങനെ ആട്ടി തെളിച്ചുകൊണ്ട് പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കുട്ടികളോട് കണ്ണൻ പറഞ്ഞു, അതാ ആനയ്ക്ക് മതം പൊട്ടി, എല്ലാവരും ഓടിക്കോളേ എന്ന് പറഞ്ഞു. കളിയുടെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ അക്കലൊക്കെ ഓടിപ്പോയ സമയത്ത് മരത്തിൻ്റെ ഇടയിൽ കൂടെ കടന്ന് ആഞ്ഞ് ഒരു വലിച്ചപ്പോൾ ആ വൃക്ഷങ്ങൾ രണ്ടായിട്ട് പിളർന്നു വീണു. അതിൽ നിന്ന് അതിസുന്ദരന്മാരായിട്ടുള്ള 2 പേര് വന്നിട്ട് നമസ്കരിക്കുന്നു. ആരാ ഈ 2 പേരെന്ന് വെച്ചാൽ, അത് നമുക്ക് എല്ലാം അനുഭവിക്കാനായിട്ട് എല്ലാം ലഭിച്ചിട്ടും ഈശ്വരനെ മറന്ന് ലൗകികത്തില് ആരാണോ അതില് ഈശ്വരനെ മറന്ന് ജീവിക്കുന്നത് അവരുടെ പ്രതീകങ്ങളായിട്ടാണ് നളകൂപരനും മണിഗ്രീവനും. കുബേരന്റെ മക്കളായിരുന്നു അവരിതാ അവിടെ മരങ്ങളായിട്ട് നിന്നത് നാരദരുടെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം വൃന്ദാവനത്തിൽ ഒരു പുല്ലായെങ്കിലും ജനിക്കാൻ എന്ന് പറഞ്ഞ് പാട്ട് പാടണമല്ലേ, അവരെ അവിടെ ഒരു വലിയ മരങ്ങളാക്കി നിർത്തി. എന്തൊരു അനുഗ്രഹം നോക്കുക നാരദ മഹർഷിക്ക്. അവർ കാരണം എന്താണെന്ന് വെച്ചാൽ കുബേരന്റെ മക്കളാണ്. അവര് ധനത്തിൻ്റെ ആ മതാന്തത കൊണ്ട് അനേകം സ്ത്രീകളൊക്കെ ആയിട്ട് ജലത്തിൽ ക്രീഡ ചെയ്തുകൊണ്ടിരിക്കണു നഗ്നരായിട്ട്. ആ നാരദ മഹർഷി വന്നപ്പോൾ ഈ സ്ത്രീകൾക്ക് നാരദ മഹർഷിയെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജ തോന്നി. അവർ വേഗം ഓടിപ്പോയി വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഓടി മറിഞ്ഞു. പക്ഷേ ഇദ്ദേഹം അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു അവിടെ ഇവർ 2 പേരും കൂടിയിട്ട്. അപ്പം അതുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് ഇങ്ങനെ ആയാൽ ഇനിയും അവർക്ക് അവരുടെ കർമ്മങ്ങളെ കൊണ്ട് ഇനിയും ഇവർക്ക് ധാരാളം ജന്മങ്ങൾ ജനിക്കേണ്ടി വരില്ലേ, അത് കഷ്ടല്ലേ എന്ന് നാരദ മഹർഷിക്ക് തോന്നി. നാരദ മഹർഷി അനുഗ്രഹിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അറിവില്ലാണ്ട് ചെയ്തത് നിങ്ങൾക്ക് അത്രയും തപസ് ചെയ്യൂ, അവിടെ പോയിട്ട് മരങ്ങളായിട്ട് നിന്ന് തപസ് ചെയ്യൂ, നിങ്ങളെ അനുഗ്രഹിക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ വരും, അന്ന് നിങ്ങൾ മുക്തരാവും. നിങ്ങളുടെ എല്ലാ തെറ്റുകളും അവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ അഹല്യയ്ക്ക് അനുഗ്രഹം കിട്ടിയത് എന്താ? ഒരു പാറയായിട്ട് അവിടെ ഇരുന്ന് ജപിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ മറ്റു പലരും വന്നപ്പോൾ നമ്മൾ തന്നെ ഇവിടെ ഭാഗവതം കേട്ടിരിക്കുമ്പോൾ
ചിലർ വന്ന് ഓരോന്നും ഇങ്ങനെ ചോദിക്കും. എന്ന് പറഞ്ഞ് തലയാട്ടി അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയാൽ പിന്നെ വേറെ ചോദ്യം ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കണ്ണടച്ചിരിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ എന്നാലും ഞോണ്ടി ചോദിച്ചു എന്ന് വരും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ പാറയ മരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ അടുത്തേക്കൊന്നും വരില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹമാണ്. അവർ വേഗം ഒരു വൃക്ഷമാക്കി അവരെ വൃക്ഷങ്ങളാക്കി മാറ്റി. ആ വൃക്ഷങ്ങൾ അവിടെ അനുഗ്രഹിച്ച് അവർക്ക് അവരുടെ ആ പരമാത്മാവിനെ കണ്ടപ്പോൾ അവരുടെ ശരിക്കും അത് ബോധ്യപ്പെട്ടു, പരമാത്മ തത്വം ബോധ്യപ്പെട്ടു. അവർ പറയണു, ഇനി ഞങ്ങളുടെ നാവുകൾ ഭഗവാന്റെ നാമം ചെല്ലാനാവണം, ഞങ്ങളുടെ കൈകളെ കൊണ്ട് ഭഗവാന് പൂജ ചെയ്യാനാവണം, ഞങ്ങളുടെ കാലുകൾ ഭഗവാനെ അങ്ങനെ പ്രതീക്ഷിക്കണം വയ്ക്കാനാവണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ, ഈ കൈകളെ കൊണ്ട് ചെയ്യുന്നതെല്ലാം ഈശ്വര പൂജയാണെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വേണം ഓരോ കർമ്മവും ചെയ്യാൻ. ഇതൊക്കെ ഈശ്വര പൂജയാണ്, ഞാൻ ഈശ്വരന് സമർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കർമ്മത്തിൽ ഒരു ദോഷം വന്നാലും ഗുണം വന്നാലും അത് ഈശ്വരന് സമർപ്പിച്ചാൽ അത് എല്ലാം ഒന്നിനും കർമ്മത്തിൻ്റെ ഫലം നമ്മളിൽ വരില്ല, നമുക്ക് സദ്ഫലേ വരുള്ളൂ. ഒക്കെ ഈശ്വരനായിട്ട് വാക്കുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞാൽ, അവിടുത്തെ കഥകൾ പറയാനും നാമം ജപിക്കാനും എന്ന് പറയാൻ നല്ല വാക്കുകൾ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് വേറെ വർത്തമാനങ്ങളൊക്കെ പറയാൻ തോന്നുന്ന വെച്ചാൽ നാമം ജപിച്ച് പഠിക്കൂ. അപ്പോൾ നമുക്ക് എപ്പോഴും നാമം ജപിക്കാനായിട്ട് തോന്നും. അങ്ങനെ അനുഗ്രഹം വാങ്ങിയവർ മറഞ്ഞു പോയി. ഈ മരങ്ങൾ വീണ് കേട്ടപ്പോൾ അപ്പോൾ നന്ദഗോപുരം ഉണ്ടായില്ല കേട്ടോ. ഇതൊക്കെ നടക്കുന്ന സമയത്ത് നന്ദഗോപുര് ഓടി വന്ന് നോക്കുക. മരങ്ങൾ വീണ ആദ്യം ഓടി വന്നത് നന്ദഗോപുരാണ്. അപ്പോൾ മരം വീണ് കിടക്കുന്നുണ്ട്, കണ്ണനെയൊന്നും കാണാനില്ല. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ണനെവിടെ ചോദിച്ചു. കുട്ടികൾക്ക് ഒന്നും പറയാൻ പറ്റണില്ല. അവർ പരിഭ്രമിച്ച് നിൽക്കുക. അവർ വിചാരിച്ചില്ല അപ്പോൾ ഈ മരം വീഴുന്നൊന്നും. ആ രണ്ടാൾക്കാർ കണ്ടിങ്ങനെ തൊഴണതൊക്കെ അവർ കണ്ടപ്പോൾ ഇതെന്താ ഉണ്ടായേക്കണേന്നൊന്നും അവർക്ക് മനസ്സിലായില്ല. കൊച്ചു കുട്ടികളല്ലേ. അങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയ്ക്കുണ്ട് കിങ്ങിണിയുടെ കിലുക്കമായ ലക്ഷാർത്തിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കണു. അപ്പം നന്ദഗോപുര ഇലയൊക്കെ വകഞ്ഞു നോക്കിയപ്പോൾ മയിൽപ്പീലിയുടെ ഒരു തലയിലിങ്ങനെ തൂങ്ങിക്കിടക്കണ മയിൽപ്പീലി കാണുന്നു. അങ്ങനെ അവിടെ ചെന്ന് നന്ദഗോപുരം നോക്കുമ്പോൾ അത്ഭുതം. ഇതെന്താ കണ്ണത് അരയിൽ കെട്ടിയിട്ട് ഒരലിൽ കെട്ടിയേക്ക്, ഇത് ആരേ ചെയ്തതെന്നൊക്കെ ചോദിച്ച് നന്ദഗോപുരം വേഗം എടുത്ത് തോളത്ത് വെച്ചു. അപ്പോഴേക്കും കുട്ടികളൊക്കെ ഓടി വന്നു പറഞ്ഞു, അതെ യശോദാമ്മ കെട്ടിയിട്ടതാ കണ്ണനെ കലം തല്ലി ഉടച്ചപ്പോൾ യശോദാമ്മ കെട്ടിയിട്ടതാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് യശോദ വരണത്. യശോദയോട് ചോദിച്ചു, കഷ്ടം, എത്രയോ വ്രതം നോറ്റിട്ട് എത്രയോ പൂജകൾ ചെയ്തിട്ട് അത്രേ കാലം കാത്തിരുന്നിട്ടല്ലേ ഇങ്ങനൊരു പൊന്നുണ്ണിയെ കിട്ടിയത്. ഇത്രയ്ക്കും വലുതായിപ്പോയോ നിനക്കൊരു തയ്യൽക്കുടം, കഷ്ടമീ കൊച്ചു കുഞ്ഞിനെ കെട്ടിയിട്ട് ചോദിച്ചു. കഷ്ടമായി പോയി യശോദ. ഇത്രയ്ക്ക് ഇതിനേക്കാളും വലുത്, ഈ കുഞ്ഞിനേക്കാളും വലുതാണോ എനിക്കൊരു തയ്യൽക്കുടം? കുട്ടിയോളാകുമ്പോൾ അതൊക്കെ ചെയ്യില്ലേ ചോദിച്ചു. യശോദയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. എങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല അവർ തെറ്റ് ചെയ്തപ്പോൾ അമ്മമാർ കുട്ടികളെ ശിക്ഷിക്കണത് അവർ ഇനി തെറ്റ് ചെയ്യാണ്ടിരിക്കാനല്ലേ. പക്ഷെ ഇതുപോലെ വരുന്നൊന്നും വിചാരിച്ചില്ലല്ലോ. യശോദാമ്മ ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. അവസാനം കണ്ണൻ്റെ അടുത്ത് ചെന്ന് ആകെ സങ്കടവും പശ്ചാത്താപമൊക്കെ കൂടിയായിട്ട് കണ്ണനെ കൈ നീട്ടിയിട്ട് കണ്ണനപ്പോൾ വരുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ യശോദാമ്മയ്ക്ക് കൂടുതലും സങ്കടമായി. അപ്പം യശോദാമ്മ പറഞ്ഞു, അമ്മിഞ്ഞ തരാൻ കണ്ണ, എനിക്കമ്മിഞ്ഞയേ വേണ്ട, നീ എന്നെ കെട്ടിയിട്ടിടും. കണ്ണനെ കരഞ്ഞിട്ട് അമ്മിഞ്ഞൊന്നും വേണ്ട, എന്നെ കെട്ടിയിട്ടില്ലേ, എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു പറഞ്ഞിട്ട് കണ്ണൻ വീണ്ടും. അപ്പോൾ യശോദമ്മയ്ക്ക് തളർന്ന് വീഴാൻ പോവുകയാണ്. ആ സമയത്ത് നന്ദഗോപുരം ചോദിക്കും, യശോദ കണ്ണനെ ആരും ഇഷ്ടം? കണ്ണനെ ഏറ്റവും ഇഷ്ടം ആരും? എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് നന്ദഗോപുരം. യശോദാമ്മ പറയാം, എനിക്ക് എൻ്റെ അമ്മയെ ഇഷ്ടം എന്ന് എപ്പോഴും പറയാം, അച്ഛനെ ഇഷ്ടം എന്ന് പറയാനില്ലേക്ക. അച്ഛനെ ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം അമ്മ അത്ര. അത് ഇന്നലെയും പറഞ്ഞല്ലോ ഇവിടെ, അമ്മയോട് ഒരിഷ്ടം പ്രത്യേകതയാണ് കുട്ടികൾക്ക് എന്ന്. അതുപോലെ അപ്പം ചോദിച്ചു യശോദ, കണ്ണൻ്റെ ആ വിഷമം സങ്കടമൊക്കെ തീർക്കാൻ വേണ്ടി ഒരു തമാശ പോലെ ചോദിച്ചു നന്ദഗോപുരം, കണ്ണൻ ആരെയും ഏറ്റവും ഇഷ്ടം? അപ്പം കണ്ണൻ പറഞ്ഞു, എന്നെ അമ്മ കെട്ടിയിട്ടപ്പോഴേ എന്നെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അച്ഛനല്ലേ എന്നെ ഇവിടുന്ന് എടുത്തൊക്കത്ത് വെച്ച്, എനിക്ക് അച്ഛനെ നല്ല ഇഷ്ടമാണ്, എന്നാലും എനിക്ക് എൻ്റെ അമ്മ തന്നെയാട്ടോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കണ്ണൻ അമ്മയുടെ ഒക്കത്തേക്ക് രണ്ട് കൈയും നീട്ടിയിട്ട് അമ്മിഞ്ഞ തരൂ എന്ന് പറഞ്ഞത് ആ കണ്ണൻ
അമ്മയുടെ അപ്പുറത്തേക്ക് പോകണം. നമ്മളും അതെ, നമ്മുടെ ഉള്ളിലുള്ള ആ എല്ലാ മാലിന്യങ്ങളും തീർത്താ ഭഗവാനെ നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടി കൊണ്ടു നടന്നാൽ അറിയാണ്ടൊക്കെ ഇതുപോലെ ഓരോരോ തെറ്റുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നാലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. എനിക്ക് നിന്നെ തന്നെയാണ് കേട്ടോ ഇഷ്ടം, എനിക്ക് വേറെ ആരെയല്ല ഇഷ്ടം എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടാവും. അങ്ങനെയുള്ള ആ അത്യത്ഭുതമായിട്ടുള്ള മനോഹര ബന്ധനം എന്നുള്ള ഈ ഭാഗം ഇവിടെ പറഞ്ഞ് ഇവിടെ സമർപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ മനോഹരമായിട്ടത് ആചാര്യൻ്റെ നാവുകളിൽ നിന്ന് തന്നെ കേൾക്കട്ടെ. ഇതിന് മുമ്പുള്ള ഭാഗങ്ങൾ പറയുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കേൾക്കാൻ സമയമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞ് ഞാൻ പോയി. ശരീരം കൊണ്ട് പോവുകയാണെങ്കിലും മനസ്സുകൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് തന്നെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. പറയാനുള്ള കൊതിയുണ്ട്, കേൾക്കാനുള്ള കൊതിയുണ്ട്. എല്ലാം മനസ്സ് നിറച്ച് ധർമ്മശാസ്ത്രത്തോടൊന്ന് വിടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരും ധാരാളം ഭഗവാന്റെ കഥകൾ കേട്ട് ആനന്ദത്തോടു കൂടിയിട്ട് ഇരിക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ നിന്ന് മനസ്സുകൊണ്ട് പോണില്ല, ശരീരം കൊണ്ട് പോവുകയാണ്. കാരണം കർമ്മപ്രാരാബ്ധങ്ങൾ, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. അത് വിടണ വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും നമ്മളവിടെ നിർത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാലും നമുക്ക് ചെയ്യേണ്ടി വരില്ല. അപ്പം അങ്ങനെയല്ല. കാരണം നമുക്കും അത് കുറേ കാര്യങ്ങൾ അറിയാം. നാമജപം ഒന്നും ഉണ്ടാവണേക്കാളും മുമ്പ് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ സപ്താഹം നടക്കണേക്കാളും ഇരുന്നു. ഇത്രയും ദിവസം ഇവിടെ വന്നിരുന്ന് സപ്താഹത്തിന് വന്നു തുടങ്ങിയപ്പോൾ നമുക്ക് അതിനുള്ള അവസരമൊക്കെ കിട്ടി. അപ്പം നമുക്ക് അങ്ങനെ ഈശ്വരൻ കുറേശ്ശെ അവസരം തന്ന് ആ ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തവണ കൂടി നമുക്ക് നാമം ജപിച്ച് ഒരുപാട് കൊതിയുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഉറക്കെയുള്ള നാമജപം കേട്ടുകൊണ്ട് ഒരു തവണയും കൂടി നാമം ജപിച്ചിട്ട് നമുക്ക് ഇതിവിടെ സമർപ്പിക്കാം. ശ്രീധർമ്മശാസ്താവിൻ്റെ പാദത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പാദത്തിലും ആചാര്യരൂപത്തിൽ ഭഗവാനായിട്ടിരിക്കണ ആചാര്യരൂപത്തിലിരിക്കണ അദ്ദേഹത്തിൻ്റെ പാദത്തിലും പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവത്തിൽ രണ്ട് മക്കളും ഉണ്ട് ഇവിടെ. ഒരുപാട് കാലമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളെ അറിയണത്. അവരെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് കെട്ടിപ്പിടിക്കണം. ബാക്കിയുള്ളവരുടെ പാദത്തിലൊക്കെ മനസ്സുകൊണ്ട് ഞാനിതാ നമസ്കരിക്കണം. ഹരേ രാമ ഹരേ രാമ. എല്ലാവരും ഉറക്കെ ജപിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇവിടെ എല്ലാ അക്ഷരപ്പൂക്കളും ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. രാധേശ്യാം രാധേശ്യാം.